സലാം യാ മഹ്ദി, സലാം യാ മഹ്ദി. ഇത് കേട്ടിട്ട് നമ്മളും റിംഗ് ടൂൺ ഇട്ട് നടക്കാം. സലാം യാ മഹ്ദി. ഏത് മഹ്ദി? ഷിയാക്കടെ മഹ്ദിയാണത്. ഷിയാക്കളുടെ മഹ്ദിയാണ്. അത് ഷിയാക്കളുടെ കരച്ചിലാണ്, അത് ഷിയാക്കളുടെ നിലവിളിയാണ്. ഇസ്ലാമോ അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ആ സലാം യാ മഹ്ദി എന്ന് വിളിക്കുന്ന മഹ്ദി ഉണ്ടല്ലോ, അവൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അവരുടെ വീക്ഷണത്തിൽ ആ മഹ്ദിയാണെങ്കിൽ ഒളിച്ചു കഴിയുകയാണ്. അങ്ങനെ കഴിയേണ്ടവരല്ല മഹ്ദി ഇമാം. ആരുടെയും മുന്നിൽ കുനിഞ്ഞു കൊടുക്കാത്ത, തല നിവർത്തി നിൽക്കുന്ന വ്യക്തിയാണ് മഹ്ദി ഇമാം. പക്ഷേ ഇന്ന് ഷിയാക്കളുടെ വിചാരമനുസരിച്ച് അവരുടെ മഹ്ദി ഇമാം ഒരിക്കൽ പുറപ്പെട്ടു വരും. അങ്ങനെ പുറപ്പെട്ടു വന്നിട്ട് ആദ്യമായി അദ്ദേഹം ചെയ്യുന്ന ഉത്തരവാദിത്വം എന്തെന്നറിയോ? പരിശുദ്ധമായ മദീന മുനവ്വറയിലേക്ക് പോവുകയാണ്. മഹാനായ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഈ രണ്ടുപേരുടെ ഖബർ പൊളിക്കുകയാ. അവരുടെ രണ്ടുപേരുടെ മുബാറക്കായ ശരീരമെടുത്ത് കുന്തത്തിൽ കൊത്തി അവിടുത്തെ വലിയ മരത്തിൽ കെട്ടിത്തൂക്കുമത്രേ. ഇതാണ് ആ മഹ്ദി ചെയ്യുന്ന പണി. ഈ മഹ്ദിയാണോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്? ഈ മഹ്ദിയാണോ എല്ലാരും സലാം യാ മഹ്ദി എന്ന് പിടിച്ചു വരുന്നത്? ആണോ? ഈ മഹ്ദിയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? യഥാർത്ഥത്തിലെ മഹ്ദി ആരാണ്? നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലേ, അൽ മഹ്ദിയു മിന്നീ ഔ മിൻ ഇത്റതി ഔ മിൻ അഹ്ലി ബൈതി. അല്ലാഹുവിന്റെ റസൂൽ പറയാതെ പോയിട്ടില്ല. മഹ്ദി എന്ന് പറയുന്ന വ്യക്തി എൻ്റെ കുടുംബത്തിൽപ്പെട്ട വ്യക്തിയാണ്, എൻ്റെ ഫാത്തിമയുടെ പരമ്പരയിൽപ്പെട്ട വ്യക്തിയാണ് മഹ്ദി എന്ന് പറയുന്നയാൾ. മഹ്ദി ഒരു പേരല്ല, മഹ്ദി എന്ന് പറയുന്ന ഒരു പേരല്ല. ഫൈന്നഹു ഖലീഫത്തുല്ലാഹിൽ മഹ്ദി എന്നാണ് അതിന് പറയാ. അലൈക്കും ബിസുന്നതി വസുന്നതി ഖുലഫായിർ റാഷിദീൻ അൽ മഹ്ദീൻ. നേർവഴി കാട്ടിത്തരുന്ന ആളാണ്, സത്യത്തിന്റെ വഴിത്താരയിലൂടെ കൈക്ക് പിടിച്ചു കൊണ്ടുപോകുന്ന വ്യക്തിയാണ്. അങ്ങനെയുള്ളവരെ നിങ്ങൾ പിൻപറ്റണേ, അതെന്റെ സഹാബാക്കളാണ്, എൻ്റെ സഹാബാക്കളാണെന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞെങ്കിൽ അങ്ങനെ വഴികാട്ടിയാണ് ഈ മഹ്ദി എന്ന് പറയുന്ന ഒരു വ്യക്തി. അജ്ലൽ ജബ്ഹതി വഅഖ്നൽ അൻഫി. അദ്ദേഹത്തിന്റെ നെറ്റിത്തടം വിശാലമായതാ. കേവലം ഒരു നീളമുള്ള മൂക്കുള്ള മനുഷ്യനാണ് കേട്ടോ. എന്റെ കുടുംബത്തിൽ നിന്നാണ് അദ്ദേഹം ജനിക്കുന്നത്. യുവാതിഉ ഇസ്മുഹു ഇസ്മി വസ്മു അബി. എൻ്റെ പേരിനോടും എൻ്റെ പിതാവിൻ്റെ പേരിനോടും അദ്ദേഹത്തിൻ്റെ പേരിന് സാദൃശ്യമുണ്ട് കേട്ടോ. എന്താണ് ആ പേരെന്നറിയോ? അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹിൽ ഫാത്തിമിൽ അലവിയിൽ ഹസനി റളിയല്ലാഹു അൻഹു. അതാണ് മഹ്ദി ഇമാമിന്റെ പേര്. എന്താ പേര്? മുഹമ്മദ് ഇബ്നു അലവിയിൽ ഫാത്തിമിയിൽ ഹസനി. ഇതാണ് മഹ്ദി ഇമാമിന്റെ പേര്. മഹ്ദി എന്നുള്ള പേരല്ല, അതൊരു വഴികാട്ടിയാണെന്നാണ് അതിന്റെ അർത്ഥം. മഹ്ദി ഇമാമാണ് ഡമാസ്കസിലെ ജാമിയ മസ്ജിദുൽ അസറിന്റെ സമയത്താണ് ഇമാമത്ത് നിൽക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ മിനാരത്തിന്റെ മുകളിൽ കൊണ്ടെത്തിക്കുന്നത്. ആ ചിറകിൽ കയറി മിനാരത്തിന്റെ മുകളിലേക്ക് വരുമ്പോ അവിടെ ഒരു കോണി സ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പോഴും അത് സ്ഥാപിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതിലൂടെ മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം താഴേക്ക് ഇറങ്ങി വരുമത്രേ. ആ സമയത്ത് അസറിന് ഇഖാമത്ത് കൊടുക്കപ്പെട്ടിരിക്കുന്ന സമയം ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരുമ്പോ ഇമാം മഹ്ദി പറയുകയാണ്, അങ്ങ് ഇമാമ് നിൽക്കണേ, അങ്ങ് ഇമാമത്തിന് നേതൃത്വം വഹിക്കണേ. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയും, ഇല്ല ഒരിക്കലും ഞാൻ ഇമാമത്ത് നിൽക്കുകയില്ല. ഈ ശരീഅത്ത് പ്രവാചകന്റെ ശരീഅത്താണ്. ഈസാ നബി ഒരു പ്രവാചകനാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്ത് വന്നതോടുകൂടി
ഈ പ്രവാചകന്റെ ഈ ശരീഅത്തോടുകൂടി അവസാനിക്കുകയാണ്. ഇനിയൊരു പുതിയ ശരീഅത്തിന് ഉടലെടുക്കുകയില്ല, തുടക്കം കുറിക്കപ്പെടുകയില്ല. മഹാനായ ഈസാ നബി വന്നാലും അത് മുഹമ്മദ് നബി തങ്ങളുടെ ശരീഅത്തിനെ പിൻപറ്റിയേ മതിയാവൂ. അതുകൊണ്ട് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇമാം മഹ്ദിയോട് പറയുകയാ, നിങ്ങൾ അങ്ങ് ഇമാമത്ത് നിൽക്കണേ, ഞാൻ അങ്ങയുടെ പുറകിൽ നിന്ന് നമസ്കരിച്ചു കൊള്ളാം. വയുസല്ലി ഖൽഫൽ മഹ്ദി, മഹ്ദി ഇമാമിന്റെ പുറകിൽ നിന്ന് മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നമസ്കരിക്കും. അവിടെ വെച്ചാണ് അധികാരം കൈമാറുന്നത്. പിടിച്ചോ. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് വരുമ്പോൾ 7 വർഷം ഈ ദുനിയാവിൽ താമസിക്കുമ്പോൾ അവർക്ക് ജീവിക്കാൻ അവർക്കുള്ള സംവിധാനങ്ങൾ വഴി ഒരുക്കാനാണ് മഹ്ദി ഇമാം വരുന്നത്. 5 വർഷമെന്നും 7 വർഷമെന്നും 9 വർഷമെന്നും ഉണ്ട്. ഇവിടെ ജീവിക്കും ദുനിയാവിൽ, നമ്മൾ വഴി ഒരുക്കി കൊടുക്കും. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ് ദജ്ജാലിനെ കൊല്ലുന്നത്. ദജ്ജാലിനെ ഒക്കെ നമ്മൾ ചർച്ച ചെയ്യണം. ആർക്കിപ്പോ ദജ്ജാലിനെ ചർച്ച ചെയ്യുന്നുണ്ട്? ഇത് ഖിയാമത്ത് നാളിന്റെ അടയാളത്തിൽ വരുന്ന സംഭവങ്ങളാണ്. ഇതൊക്കെ ദജ്ജാലിനെ നമ്മൾ ചർച്ച ചെയ്യണം. ആരും ചർച്ച ചെയ്യാറില്ല. അതുകൊണ്ടാണ് നിസ്കാരത്തിൽ മസീഹ് ദജ്ജാൽ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വമിൻ അദാബിൻ നാരി വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത് വമിൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ. മസീഹ് ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് ഞാൻ അല്ലാഹുവേ നിന്നോട് കാവൽ തേടുന്നു. എന്തിനാ അത് കാവൽ തേടുന്നറിയോ? നിസ്കാരത്തിൽ എന്തിനാ കാവൽ തേടുന്നറിയോ? അതാണ് ഇസ്ലാമിന്റെ വേഷം ധരിച്ചിട്ട് മുനാഫിഖത്തുകളായ ആണും പെണ്ണുങ്ങളും ഈ ദുനിയാവിൽ കോലം കെട്ടി ജീവിക്കുന്ന ഒരു കാലം വരുമെന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞുവെങ്കിൽ, ആ മുനാഫിഖീങ്ങളായ കാപഢ്യത്തിന്റെ വേഷത്തിന്റെ ഉടമകളായ നാമധാരികളായ മുസ്ലിം സമുദായമുണ്ടല്ലോ, ദജ്ജാലിന്റെ വരവോടുകൂടി അവർ മദീനയിലേക്ക് ഒളിച്ചു നിൽക്കുമത്രേ. മദീനയിലേക്ക് അവർ കയറും, മദീനയിലേക്ക് ചാടിക്കയറും. ഒളിച്ചു. കാരണം എന്താ? ദജ്ജാൽ 3 സ്ഥലത്ത് വരൂല. മക്കയിലും മദീനയിലും ബൈത്തുൽ മുഖദ്ദസിലും ദജ്ജാൽ വരൂല. അപ്പൊ ദജ്ജാലിന്റെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മുനാഫിഖീങ്ങളായ മുസ്ലിമീങ്ങൾ പലസ്തീനിന് വേണ്ടി കണ്ണുനീരൊരുക്കും. ജീവിതത്തെ സംസ്കരിച്ചിട്ടില്ല. ജമാഅത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കൂല, ഫർള് നിസ്കരിക്കൂല, ഖുർആൻ ഓതിട്ടില്ല. ഫലസ്തീന് വേണ്ടി ഐക്യദാർഢ്യയുടെ മസിൽ പവർ കാണിക്കലാണ്. ഫലസ്തീന് വേണ്ടി ഐക്യദാർഢ്യം. ഇവന്റെ പറച്ചിൽ കേട്ടുകഴിഞ്ഞാൽ ഇപ്പൊ ഇവൻ പോയി അമ്മാസിന്റെ കൂട്ടത്തിൽ അവിടെ ചേരുന്ന ഒരു മട്ടിലാണ് ഇവന്റെ ആ ഇൻഗുലാബ് വിളി കണ്ടാല് എന്തായാലും ചെയ്യാൻ പറ്റും നമുക്ക്. ശരി, ഇനിയിപ്പോ നമ്മുടെ ഗവൺമെന്റ് ഒരു തീരുമാനം എടുക്കുന്ന വെച്ചോളി. ഹമാസിന് വേണ്ടി പോകാൻ ആളുകളെ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ പറയുന്നവരെല്ലാം പോവോ? അങ്ങനെ എങ്ങാണ് ഒരു റിപ്പോർട്ട് വന്നാൽ പോവോ സുഹൃത്തുക്കളെ? ഇവിടെ കിടന്ന് നമ്മൾ ഇൻകുലാബ് സിന്ദാബൊക്കെ വിളിക്കും. അതൊക്കെ വിളിക്കാനൊന്നും ഒരു കുറവില്ല. അതൊക്കെ എല്ലാവരും ഒക്കെ വിളിക്കും. അപ്പൊ കേവലം ഈ വേഷം ധരിച്ചിട്ട് മുനാഫിഖീങ്ങളായിട്ട് കഴിയുന്ന മുസ്ലിമീങ്ങളുണ്ടല്ലോ, മുനാഫിഖീങ്ങൾ എന്നാണ് അവരെ പറയപ്പെടുക. മുനാഫിഖീങ്ങൾ ഇസ്ലാമിന്റെ വേഷം ധരിച്ചിട്ട്. ഇതൊക്കെ ഇപ്പൊ നമ്മൾ ആരൊക്കെയാന്നൊക്കെ തെളിവടക്കം പറയാം, പക്ഷെ ലൈവില് പറയാൻ പറ്റൂല. എന്ത് ചെയ്യാൻ പറ്റും? കുറെ കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയണ്ടേ. അപ്പൊ മുനാഫിഖീങ്ങളും മുനാഫിഖത്തുകളുമായ ആണും പെണ്ണുങ്ങളും മദീനയിലേക്ക് അവര് പോയി ഒളിച്ചിരിക്കും. മദീന ഇത്ര നാളും അള്ളായെ പൊട്ടനാക്കിയിട്ട് ചാവാറായപ്പം ഫിത്നയും ഫസാദും വന്നപ്പം ദജ്ജാലിന്റെ വരവ് കണ്ടപ്പം നീ ആ ദജ്ജാലിനെ പിടിച്ചിട്ട് നിന്നെ പിടിക്കൂലെന്നും കരുതിയിട്ട് മദീനയിൽ പോയി നീ ഒളിച്ചിരിക്കാൻ പോകുന്നില്ലേ? അള്ള പൊട്ടൻ. ترجف بأهلها أي إن المدينة ترجف بأهلها 3 رجفات فيخرج منها إلى كل منافق ومنافقة إليه أي إلى الدجال. മദീനയിലേക്ക് ഒളിച്ചിരിക്കുന്ന ഓരോ കാപഢ്യത്തിന്റെ ഉടമകളായ നാമധാരികളായ മുസ്ലിം സഹോദരങ്ങളെ കൊണ്ട് മദീന കിടുകിട വിറയ്ക്കുകയാണ്. ഫൈന്നഹാ തർജുഫു ബിഅഹ്ലിഹാ 3 റജഫാത്. 3 പ്രാവശ്യം മദീന കുലുങ്ങുമത്രേ. 3 പ്രാവശ്യം കുലുങ്ങും. ഭൂകമ്പം കുലുക്കല്ല. ഈ മുനാഫിഖീങ്ങൾ അപ്പോൾ പേടിക്കും. ഒളിച്ചിരിക്കുന്ന മുനാഫിഖീങ്ങൾ അവിടെ നിന്ന് പുറപ്പെടും.
യഖ്റുജു ഇലൈഹി, ദജ്ജാലിന്റെ വായിലേക്കാണ് അവർ പോവുക. ഉടനെ ദജ്ജാൽ അവരെ കയറി പിടിക്കുകയാണ്. അങ്ങനെ മൂന്നാമത്തെ കുലുക്കത്തോടെ മദീനയുടെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന സകലമാന മുനാഫിക്കുകളും അവിടെ നിന്ന് പുറപ്പെട്ടു പോകുമത്രേ. അതുകൊണ്ട് ദജ്ജാൽ വരുമ്പോ അവനെ പേടിച്ചിട്ട് ബൈത്തുൽ മുഖദ്ദസിലോ മദീനയിലോ മക്കയിലോ ഒളിക്കാമെന്ന് കരുതണ്ട കേട്ടോ. അവിടെ നിന്ന് അള്ളാഹു നിങ്ങളെ പുകച്ചു ചാടിക്കും കേട്ടോ. പുകച്ചു ചാടിക്കാണ്. ആ കളി അവിടെ നടക്കൂല. കളിയൊന്നും അള്ളാഹ് അവിടെ നടത്തൂല. പുകച്ച് അടിക്കും അള്ളാഹു തആല. പോടാ, ഇത്ര നാള് നിനക്ക് അള്ളാഹു റസൂലും വേണ്ട, ഇപ്പൊ ദജ്ജാലിനെ കണ്ടപ്പോ നീ പേടിച്ചിട്ട് മദീനയിൽ ഒളിക്കാൻ പോന്നു അല്ലേ? അങ്ങനെ ദജ്ജാലിന്റെ വാതിലേക്ക് വരും. ദജ്ജാൽ അവനെ പിടിച്ച് നരകത്തിൽ എറിയും. തീർന്നു. ആ ദജ്ജാലിനെ കൊല്ലാൻ സഹായിക്കും ഇമാം മഹ്ദി. വയുസാഇദുഹു അലാ ഖത്ലി ദജ്ജാൽ. ദജ്ജാലിനെ കൊല്ലാൻ മഹ്ദി സഹായിക്കും. എവിടെ വെച്ച്? ഇലാ ബാബിൽ ലുദ് എന്ന് പറയുന്ന ഇസ്രയേലിന്റെ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലമാണ് ഇന്ന് ഇസ്രയേലിന്റെ എയർപോർട്ട്. ആ എയർപോർട്ടിൽ വെച്ചിട്ടാണ് ദജ്ജാലിനെ ബഹുമാനപ്പെട്ട ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം കൊല്ലുന്നത്. ദജ്ജാല് ഈസ നബി അസർ നമസ്കാരത്തിന് ഇറങ്ങി എന്നറിയുമ്പോൾ തന്നെ യദൂബു കമാ യദൂബുൽ മിൽഹു ഫിൽ മാ, ഉപ്പ് വെള്ളത്തിൽ ലയിച്ചു പോകുന്നത് പോലെ, ഉരുകി പോകുന്നത് പോലെ ഈസ നബി ഇറങ്ങിയിട്ടുണ്ടെന്നറിയുമ്പോ ദജ്ജാൽ ഉരുകുകയാണ്. പേടിച്ചു വിറച്ചിട്ട് ഇസ്രായേലിന്റെ എയർപോർട്ടിൽ വെച്ചിട്ടാണ് അവനെ ഖത്ൽ ചെയ്യുന്നത്. അതിനെ സഹായിക്കാനും കൂടി ബഹുമാനപ്പെട്ട ഇമാം മഹ്ദി റഹ്മത്തുള്ളാഹി ഉണ്ടാവും. പിന്നെ അദ്ദേഹം വഫാത്താവുകയാണ്. അപ്പൊ അതിന് പിന്നെ ഉത്തരവാദിത്തം ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. അപ്പൊ അതുകൊണ്ട് മഹ്ദി ഇമാം വരും എന്ന് പറഞ്ഞ് നമ്മളങ്ങോട്ട് ബൈനാക്കുൾ വെച്ച് നോക്കണ്ട. അതൊക്കെ ഒരു സമയമാകുമ്പോൾ അല്ലാഹു തആല അത് എത്തേണ്ട സമയമാകുമ്പോൾ എത്തും. നമ്മളിപ്പോൾ അങ്ങോട്ട് നോക്കണ്ട. നമ്മൾ നന്നായി ഒന്ന് ദ്വാരക്കാൻ മതി. നമ്മളിപ്പോൾ നന്നായി ദ്വാരക്കാൻ മതി. ഇതൊന്നും കുഞ്ഞുങ്ങളെ കണ്ടിട്ടും കുഞ്ഞുങ്ങളുടെ മയ്യത്തിരിക്കുന്ന കണ്ടിട്ടും അതേപോലെ പ്രതീകാത്മക മയ്യത്തുണ്ടാക്കിയിട്ട് നമ്മൾ വലിയ റാലി ജാഥയൊക്കെ സംഘടിപ്പിച്ച് ഭയങ്കര പ്രഭാഷണമൊക്കെ നമ്മൾ നടത്തും. ഒക്കെ സംഭവം ശരിയല്ല. ഇതൊക്കെ സംഭവം ശരി തന്നെയാണ്. വല്ല ഫായിദ ഉണ്ടാ? നമ്മൾ എത്ര ദൂരം കിടക്കുന്നവർ, തൊട്ടടുത്ത് കിടക്കുന്നവരെന്തേ മിണ്ടാത്തത്? മിണ്ടൂലാന്ന് നബി പറഞ്ഞ വാക്കാണ്. ഈ യുദ്ധം നിർത്തണേ എന്ന് ഒരാൾ പോലും പറയൂല കേട്ടോ. അത് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട സ്വഹാബ. ഒരറബികളും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുക പോലുമില്ല. പേടിക്കേണ്ട, അന്നും പറയൂല. അവരൊക്കെ പറയൂ, നിങ്ങൾ പ്രതീക്ഷിക്കേ വേണ്ട. എന്നൊരു വാക്ക് പോലും യുദ്ധം നിർത്ത് എന്ന് പറയാൻ ഒരാളുണ്ടാവൂല. ആരിലുണ്ടോ? ഉണ്ടെന്ന് പറയും. പറഞ്ഞിട്ട് പിന്നെ മനസ്സിലായില്ലേ? ഒരാളുണ്ടാവൂല. ഹബീബായ തങ്ങൾ പറഞ്ഞത് സംഭവിക്കേണ്ട ഹബീബെ സംഭവിച്ചല്ലേ പറ്റുള്ളൂ. നമ്മളിപ്പോ വിഷമിച്ചൊരു കാര്യമുണ്ടോ? ഇതൊക്കെ അള്ളാഹുവിന്റെ ഒരു തീരുമാനമാണ്. സ്വർഗത്തിലേക്കൊക്കെ കുഞ്ഞു മക്കളെ വേണ്ടേ? യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ ബിഅക്വാബിൻ വബാരിഖ വകാസിം മിൻ മഈൻ ലാ യുസദ്ദഊന അൻഹാ വലാ യുൻസിഫൂൻ. സ്വർഗത്തിൽ നല്ല നല്ല ഭക്ഷണ തളികളുമായി പാനപാത്രങ്ങളുമായി കുഞ്ഞുമക്കളൊക്കെ ഇങ്ങനെ നമ്മളെ കറങ്ങി നമ്മളെ വരവേൽക്കുമെന്നാണ്. പരിശുദ്ധമായ ഹദീസ് പരിശോധിച്ചു നോക്കിയാലേ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാത്തതൊന്നുമില്ല. ഹബീബേ, ഈ കുട്ടികളൊക്കെ കൊല ചെയ്യപ്പെടുന്ന വിഷയത്തിനെ കുറിച്ച് നബിതങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് എന്താ? ഇസ്ലാമിക യുദ്ധ ഉടമ്പടി എന്തെന്നറിയോ? അതാദ്യം പഠിക്കുക. ഇസ്ലാമിന്റെ യുദ്ധ ഉടമ്പടി എന്താ? നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പല യുദ്ധത്തിലും പങ്കാളിയായിട്ടുണ്ട്. സഹാബാക്കളും പല യുദ്ധങ്ങളിൽ പങ്കാളിയായിട്ടുണ്ട്, സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. പക്ഷേ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ യോദ്ധാക്കളെ നിർത്തിയിട്ട് ഹബീബായ തങ്ങൾ ഒരു ഉഗ്ര പ്രഭാഷണം നടത്താറുണ്ട്.
ലാ തഖ്തുലൂ ശൈഖൻ വലാ ഇംറഅതൻ വലാ സബിയാ. സ്വഹാബത്തെ നമ്മുടെ ശത്രുക്കൾ ആരുമാകട്ടെ, ജൂതരാകട്ടെ, നസ്രാണികളാകട്ടെ, മുശ്രിക്കീങ്ങളാകട്ടെ, ഫാസിസ്റ്റ്, നാസിസ്റ്റ്, ദുർഭൂത, ദുർഗുണ, സവർണ, സവർഗ, പ്രതിലോമ, പിന്തിരിപ്പൻ ശക്തികൾ ആരുമായാലും ലാ തഖ്തുലൂ ശൈഖൻ വലാ ഇംറഅതൻ വലാ സബിയാ. അവരുടെ വൃദ്ധന്മാരെയോ വൃദ്ധകളെയോ പെൺമക്കളെയോ പെണ്ണുങ്ങളെയോ സ്ത്രീകളെയോ കുഞ്ഞുമക്കളെയോ നിങ്ങൾ കൊന്നുപോകരുത് കേട്ടോ. നബിയുനാ റസൂലുള്ളാഹി. ഇസ്ലാമിന്റെ യുദ്ധ ഉടമ്പടി ഇതാണ്. പഠിക്കൂ, നബി തങ്ങൾ പഠിപ്പിച്ചതാണ്. ഇസ്ലാമിന്റെ യുദ്ധ ഉടമ്പടി ഇതാണ്. അള്ളാന്റെ റസൂൽ സഹാബാക്കളെ നിരത്തീർത്തിട്ട് പറഞ്ഞ വാക്കാണ്, ലാ തഖ്തുലൂ ഇംറഅതൻ. ഒരൊറ്റ പെണ്ണിനെ നിങ്ങൾ കൊന്നുപോകരുത്, ഒരു കുഞ്ഞിനെ കൊന്നുപോകരുത്, ഒരു വയസ്സനെ നിങ്ങൾ തൊട്ടുപോകരുത്. വലിയ വാക്കാ, തീർന്നില്ല. വലാ തഖ്തുലൂ ആബിദൻ ഫീ മിഹ്റാബിഹി വലാ റാഹിബൻ ഫീ സൗമഅതിഹി. പള്ളിയിൽ ആരാധിക്കുന്ന ഒരു ദാസനെ നിങ്ങൾ കൊല്ലരുത് കേട്ടോ. യൂതന്മാരുടെയോ യഹൂദന്മാരുടെയോ നസറാണികളുടെയോ ആരാധനാലയങ്ങളിൽ ആരാധിക്കുന്ന ഒരു പുരോഹിതനെയും നിങ്ങൾ വധിക്കരുത് കേട്ടോ. നബിയുനാ റസൂലുള്ളാഹി, നബിയുനാ റസൂലുള്ളാഹി. എന്താ ഈ വാക്ക്, എന്താ ഈ വാക്ക്? ഈ പ്രവാചകനാണോ തീവ്രവാദി? ഈ സമുദായമാണോ തീവ്രവാദി? സഹാബാക്കൾക്ക് എന്താ കൊന്നൂടായിരുന്നു ജൂതന്മാരെ? ഇബാദത്ത് ചെയ്യുന്ന ആരാധിക്കുന്ന ഒരു പുരുഷനെയും കൊല്ലരുത്. അത് ക്രിസ്ത്യാനിയാകട്ടെ, അത് ജൂതനാകട്ടെ, ആരും ആകട്ടെ, കൊല്ലാൻ പാടില്ല. അവൻ ആരാധിക്കുന്നവനാണ്, അവനെ കൊല്ലരുത്. ഇത്ര വലിയ വാക്കാണ്, തീർന്നില്ല. ലാ തഖ്തുലൂ ശാബൻ മാദാമ ലാ യഹ്മിലു സിലാഹ്. ആയുധമില്ലാതെ നിന്റെ മുന്നിലേക്ക് പാഞ്ഞു വരുന്ന ചെറുപ്പക്കാരൻ നിന്റെ വിരോധിയായിരിക്കാം. സ്വഹാബത്തെ, അവരെ നിങ്ങൾ തൊട്ടുപോകരുത്, കൊന്നുകളയരുത് കേട്ടോ. ആയുധമില്ലാതെ നിരായുധനായി സ്വഹാബാക്കളുടെ മുന്നിലേക്ക് അടുത്തു വരുന്ന ഒരു വിരോധിയാകട്ടെ, ഒരു പ്രതിയോഗിയാകട്ടെ, അവരെ കൊല്ലരുതേ എന്ന് ആദരവായ ഹബീബായ ഷഫിയായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്ക ഇതൊക്കെ ചെറിയ കാര്യമാണ്. ഇത് യുദ്ധ ഉടമ്പടി, ഇസ്ലാമിന്റെ യുദ്ധ ഉടമ്പടി. എന്നിട്ട് ഇസ്ലാമിനെ കുറ്റം പറയാണ് അല്ലേ? ഇസ്ലാമിന്റെ യുദ്ധ ഉടമ്പടിയാണിത്. തീർന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, തീർന്നില്ല. വലാ തജഹസൂ ബിഖതീൽ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മൃതദേഹങ്ങൾ നിങ്ങൾ വികൃതമാക്കരുത് കേട്ടോ. പരുക്കുപറ്റി കിടക്കുന്നവരെ നിങ്ങൾ കൊല്ലരുത് കേട്ടോ. വലാ തഖ്തുലൂ അലാ ജരീഹ്. ഗുരുതരമായി പരിക്ക് പറ്റി യുദ്ധരണാങ്കളത്തിൽ കിടക്കുന്ന, ആ യുദ്ധക്കളത്തിൽ കിടക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടാൽ സഹാബ, അവനെ കൊല്ലരുതേ, അവന്റെ കഥ കഴിക്കരുതേ. ഇനി യുദ്ധത്തിൽ ചത്തുപോയ ഒരു മൃതശരീരത്തെ നിങ്ങൾ അപമാനിക്കരുതേ. നബിയുനാ റസൂലുള്ളാഹി. ഇത് ലോകത്താരെ പഠിപ്പിച്ചു കൊടുക്കും? അള്ളാന്റെ റസൂലിന്റെ വാക്കാണ് ഇത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ ഈ ഫലസ്തീനിൽ ഒരു ജൂതൻ ചത്ത് കിടക്കുന്നു, ഒരു ജൂതപ്പട്ടാളം, ഒരു ഫലസ്തീനിയ അദ്ദേഹത്തിന്റെ പോയി നെഞ്ചിൽ ഇങ്ങനെ ചവിട്ടുന്നു. ഉടനെ മറ്റൊരു ഫലസ്തീനി പാടില്ല, കാലെടുത്ത് മാറ്റുന്നു. വീഡിയോ കണ്ട ഒരു ജൂതനാണ്, അവനെ മറ്റവരെ കൊല്ലാൻ വെടിവെക്കാൻ വന്നവനാണ്. ആ വെടിയേറ്റ് അവനെ കൊന്നിട്ട് അവൻ ആ ദേഷ്യം കൊണ്ട് ഒരു ഫലസ്തീൻ ബാലൻ ചവിട്ടുന്നു. ഉടനെ തന്നെ മറ്റൊരാൾ കാലെടുത്ത് മാറ്റുന്നു. അങ്ങനെ ചെയ്യാൻ പാടില്ല. മൃതദേഹത്തോട് ആദരവ് കാണിക്കുന്നുണ്ട് അവർ, അറിയോ? ഇത് നബി തങ്ങൾ പറഞ്ഞ വാക്കാണ്. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾക്ക് ശേഷം ഒന്നാം ഖലീഫ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അധികാരമേറ്റപ്പോ ബൈത്തുൽ മുഖദ്ദസിന്റെ മുന്നിൽ കൊണ്ടുപോയി സ്വഹാബാക്കൾക്ക് ഈ യുദ്ധ ഉടമ്പടി ഒന്നുകൂടി പുതുക്കി കൊടുത്തു.
നബിതങ്ങൾ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇസ്ലാമിന്റെ ഉടമ്പടി ഇതാണ്. നിങ്ങൾ ഇതനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ. അള്ളാന്റെ റസൂൽ പറഞ്ഞതിനെതിരായിട്ട് നിങ്ങൾ ആരും ഒന്നും പ്രവർത്തിക്കാൻ പാടില്ല കേട്ടോ. ഇതാണ് ഇസ്ലാമിന്റെ ഉടമ്പടി. അവരെ കൊല്ലാമായിരുന്നില്ലേ? അന്ന യഹൂദിയ അതത്തിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിശാത്തിൻ മസ്മൂം. ഒരു അള്ളാന്റെ റസൂലിന്റെ അരികിലേക്ക് ഒരു ജൂത പെണ്ണ് മാംസത്തിൽ വിഷം കലർത്തിയിട്ട് നബി തങ്ങളെ കൊല ചെയ്യാൻ ഹബീബായ തങ്ങളുടെ അരികിലേക്ക് കടന്നു വരുമ്പോ അള്ളാന്റെ റസൂൽ അത് വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വായിലേക്കൊന്ന് സ്പർശിച്ച പാടെ ജിബ്രീൽ വന്ന് തട്ടിമാറ്റിയെങ്കിൽ ഓർക്കണേ, ആ ജൂത പെണ്ണ് നബി തങ്ങളെ വകവരുത്താൻ ചെയ്ത പണിയായിരുന്നു അത്. ഉടനെ മനസ്സിലാക്കി മണത്തറിഞ്ഞ സഹാബത്ത് അള്ളാന്റെ റസൂലിനെ കൊല്ലാൻ വന്ന ഈ ജൂത പെണ്ണിന്റെ മുടിക്ക് പിടിച്ച് മാറ്റി നിർത്തിയിട്ട് മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഉറയിൽ കിടന്ന വാളെടുത്ത് ഊരിപ്പിടിച്ചിട്ട് നബി തങ്ങളോട് ചോദിക്കുകയാ, അഫലാ നഖ്തുലുഹാ, അള്ളാന്റെ റസൂലേ ഇവളെ ഞങ്ങളെ കഴുത്തറക്കട്ടെ നബിയേ. قال رسول الله صلى الله عليه وسلم لا ഉതുറുകുഹാ, വെറുതെ അവളെ വിട്ടേക്കൂ ഉമറേ, അവളെ കൊല്ലേണ്ടതില്ല ഉമറേ. ജൂതപ്പെണ്ണ് നബിയെ കൊല്ലാൻ വന്ന ഒരു പെണ്ണ്, നബിയെ കൊല്ലാൻ വന്ന ജൂത പെണ്ണിന് ഇസ്ലാം പറഞ്ഞ് അവരോട് കാണിച്ച നീതിയും യുദ്ധ ഉടമ്പടി ഇതായിരുന്നു. എന്നിട്ട് നമ്മളിപ്പോൾ ആര്? തീവ്രവാദി. സ്വന്തം നാടിന് വേണ്ടിയിട്ട് നിലനിൽക്കാൻ ചെറുത്ത് നിൽക്കുന്നവൻ തീവ്രവാദി. അവനെയൊക്കെ കൊന്നൊടിച്ചിട്ട് അവിടുത്തെ പെട്രോൾ എടുക്കാൻ നിൽക്കുന്നവൻ ഈ നാട്ടിൻ്റെ മിതവാദി. ഇതല്ല ലോകം. നമ്മൾ പിറന്നു വീണ മണ്ണിനെ നമ്മളെ ഇവിടുന്ന് ഓടിച്ചിട്ട് തീവ്രവാദി. നമ്മളൊക്കെ തീവ്രവാദി. ഇതല്ലേ നമ്മൾ ആലോചിച്ചു എന്തായി തീവ്രവാദത്തിന് അർത്ഥമെന്ന് പോലും പറഞ്ഞു. സമാധാനത്തിൻ്റെ കാംക്ഷികളാണ് നമ്മൾ ആരെങ്കിലും ഇങ്ങനെ വെറുതെ കൊന്നോ? ആരെങ്കിലും അടിച്ചു കൊന്നോ? ആരെങ്കിലും ഇഷ്ടി വെച്ച് തലക്കടിച്ചു കൊന്നോ? ആരെങ്കിലും വിഷം കൊടുത്ത് കൊന്നോ? ആരെങ്കിലും എവിടെയെങ്കിലും ബോംബ് വെച്ചോ ഒക്കെ ഞങ്ങളാണെന്ന് പരസ്യമായിട്ട് ഓരോരുത്തർ പ്രഖ്യാപിച്ചല്ലോ. എന്നിട്ട് എന്ത് ആരെങ്കിലും എന്തെങ്കിലും വല്ല കേസെടുത്തോ? മുസ്ലിങ്ങൾ എന്തെങ്കിലും ആരെങ്കിലും ആക്ഷേപിച്ചാൽ ഉടനെ ഭയങ്കരമായ കേസ്. മറ്റുള്ളവർ എത്രയോ ആക്ഷേപിക്കുന്നു. വല്ല കേസുണ്ടോ? ഇല്ല, ഒരു കേസും ഇല്ല. അപ്പൊ നമ്മളെ ഒരു തീവ്രവാദികളാക്കി മാറ്റി. ഇതാണ് നമ്മുടെ പരീക്ഷ. മുസ്ലിം നീ മുസ്ലിമാണോ? ഖിയാമത്ത് വരെ നിന്റെ പരീക്ഷണം ഇതാണ്. ഖിയാമം വരെ നിന്റെ പരീക്ഷണം ഇതാണ്. ഇതിൽ നിനക്ക് സഹിക്കാൻ പറ്റുമോ, അതോ നീ അൺസഹിക്കബിൾ ആണോ? ഇത് പറ്റൂല എന്ന് നീ പറയുമോ ഇല്ലയോ എന്ന് അറിയാൻ അള്ളാഹ് ചെയ്യുന്ന പണിയാണിത്. ഇതാണ് പരീക്ഷണം. അലിഫ് ലാം മീം അഹസിബൻ നാസ് അയ്യുത്രകൂ അയ്യഖൂലൂ ആമന്നാ വഹും ലാ യുഫ്തനൂൻ. എത്ര വലിയ വാക്കാണ്! ഒന്ന് ആലോചിച്ച് നോക്കി. ഖുർആൻ പഠിക്കുക സുഹൃത്തുക്കളെ, ഖുർആൻ പഠിക്കും. നമുക്ക് ഇതിനൊക്കെ പരിഹാരം ഉണ്ടാവും. എല്ലാത്തിനും ഈ യുദ്ധത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ ഫലസ്തീനെ കുറിച്ചോ അല്ലെങ്കിൽ ഇസ്രായേലിനെ കുറിച്ചോ ഒന്നും MPയോ MLA വാർഡ് മെമ്പറോ ഒന്നും അല്ല സംസാരിക്കണം. അവർക്കൊന്നും അറിഞ്ഞൂടാ. അവർക്കൊന്നും അറിഞ്ഞൂടാ. അവർക്കൊക്കെ എന്താ പറയുക? അവർക്കിങ്ങനെ നമ്മൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു അവരങ്ങനെയാണ് ഇവരാണ് കാണിക്കുന്നത്, ശരിയല്ല, ഈ കുഞ്ഞുങ്ങളെ കൊല്ലണം, ഇതൊക്കെ അവർക്കറിയോ? യഥാർത്ഥ ചരിത്രം അറിയോ? അത് ഖുർആൻ പഠിക്കണോ? ഖുർആനിലേക്ക് വാ. അവിടെ നടക്കുന്ന സംഭവം ഖുർആനിലുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഖുർആനിലുണ്ടല്ലോ, ഹദീസിലുണ്ടല്ലോ. അപ്പൊ നമ്മൾ MB എടുത്ത് വന്നിട്ട് ഇപ്പം ഹദീസ് പഠിക്കുക ഹബീബ് എന്ന് പറയാൻ പറ്റുമോ? അല്ലെ ഖുർആന്റെ 2 ആയത്തോത് ഹബീബ് എന്ന് പറയാൻ പറ്റുമോ? ഖുർആനിലുണ്ടല്ലോ സംഭവം. ഖുർആൻ പഠിച്ച പണ്ഡിതന്മാരാണ് ഫലസ്തീൻ എന്താന്ന് പറയേണ്ടത്. ഫലസ്തീനെ കുറിച്ച് പറയേണ്ടത് ഖുർആൻ പഠിച്ച പണ്ഡിതന്മാരാണ്. അല്ലാതെ ഫലസ്തീനെ കുറിച്ച് ആർക്കറിയാം? പ്രേമചന്ദ്രൻ MBയെ വിളിച്ചു കഴിഞ്ഞാൽ ഫലസ്തീന്റെ മഹത്വം എന്നറിയാം. ഒരു ഹദീസ് ഓതിട്ട് പറയട്ടെ. പ്രസംഗിക്കാൻ എല്ലാവരും പറയും. കോരിക്കുന്നിൽ സുരേഷ് MB എല്ലാവരും പറയും, ശശി തരൂരും പറയും, എല്ലാവരും പറയും. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകുന്നേ ഉള്ളൂ സംഭവം. എല്ലാവരും പറയാൻ എല്ലാവരും ഉണ്ടാവും. എന്തേ സംഭവം? എല്ലാവരും പറയും, പക്ഷെ കാതലില്ല. കാതലായ വിഷയം ഖുർആനാണ്. അതുകൊണ്ട് ഖുർആൻ പഠിച്ചെങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഈ യുദ്ധം കുഞ്ഞുമക്കളൊക്കെ മരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ നമുക്കെന്തോ വലിയ വിഷമമാണ്. നമുക്ക് വലിയ വിഷമവും പ്രയാസം ഉണ്ടാവും. പക്ഷെ ആ കുഞ്ഞുമക്കളുടെ അവസ്ഥ എന്താന്ന് പിന്നീട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? നമ്മളൊക്കെ ആലോചിച്ചു പോണ്. ആ മരിച്ച കൂട്ടത്തിൽ നമ്മളോട് ഉണ്ടായിരുന്നെങ്കിൽ ഈ മുസീബത്തിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്നല്ലോ. ഫ്രീ ആയിട്ട് സ്വർഗത്തിൽ കയറാമല്ലോ. എത്ര എളുപ്പമുള്ളവരാണ്. നമ്മൾ എന്ത് ത്യാഗം സഹിക്കണം സ്വർഗത്തിൽ പോകണമെങ്കിൽ? ഈ ബോംബ് വന്ന് അവരുടെ ശരീരത്തിലേക്ക് വീഴുന്ന ഈ ഗസയിലുള്ള മക്കള്, ഫലസ്തീനിലെ മക്കള് ഒരൊറ്റ തുള്ളി രക്തം ആദ്യം
ചീറ്റുന്നതോടുകൂടി മുഴുവൻ പാവം പുറത്തു. ഔവ്വല ഖത്രത്തിൽ, ആദ്യത്തെ ഒരു തുള്ളി രക്തം, അതോടെ പാവം മുഴുവനും പുറത്തു. പിന്നത്തെ ഓരോ തുള്ളി രക്തത്തിനും പദവി അവിടെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ശുഹദാക്കൾ ആരെന്ന് പഠിക്കണം. നമ്മുടെ വിഷയം അതല്ല, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ആരാണ് ശുഹദാക്കൾ എന്ന് പഠിക്കണം. വെറുതെ നമ്മൾ ഷഹീദ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണ് ഷഹീദ്? ഷഹീദിന്റെ മാന അർത്ഥം എന്താണ്? അവർക്കുള്ള പദവി, കൂലി എന്താണ്? അതാദ്യം പഠിക്കുക. എന്താണ് ഷഹീദ് എന്ന് പറയുന്നത്? ഇന്ത്യൻ പട്ടാളം മരിച്ചാൽ പോലും പറയുന്ന പേര് ഷഹീദ് എന്നാണ്. ഹിന്ദിയിൽ അവർ ഷഹീദ് എന്നാ പറയാ. പക്ഷേ ഈ ഷഹീദ് എന്ന് ലോകത്ത് 3ാമത്തെ സ്ഥാനക്കാരാണ് ഷഹീദ്, ശുഹദാക്കൾ. അള്ളാഹു അനുഗ്രഹിച്ചവരിൽ 3ാം സ്ഥാനക്കാരാണ്. അന്നമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീൻ വസ്സിദ്ദീഖീൻ വശുഹദാഇ വസ്സാലിഹീൻ. അള്ളാഹു അനുഗ്രഹിച്ചതിൽ 3ാമത്തെ പട്ടികയിലുള്ള ആൾ, ഒന്നാമത്തെ പട്ടികയിലുള്ള അമ്പിയാക്കൾ. അന്നമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീൻ. രണ്ടാമതാണ് സിദ്ദീഖീങ്ങൾ. 3ാമത് ശുഹദാക്കളാണ് കേട്ടോ. 3ാമത് ശുഹദാക്കളാണ് കേട്ടോ. ചെറിയ കാര്യമല്ല അത്. അള്ളാഹു പറഞ്ഞ വാക്കാണ് ഇത്. അള്ളാഹ് പറഞ്ഞ വാക്കാണ്. ഇസ്ലാമിലെ 3ാമത്തെ സ്ഥാനമാണ് ശുഹദാക്കൾ. ولا تحسبن الذين قتلوا في سبيل الله أمواتا بل أحياء عند ربهم يرزقون. ഖുർആൻ വിശ്വസിക്കോ? ഫലസ്തീനിലെ 11,500 മക്കൾ മരിച്ചിട്ടില്ല. ഖുർആൻ പറയുക വാക്കാണ്. ഫലസ്തീനിലെ 11,500 പേര് മരിച്ചിട്ടില്ല. ഖുർആനെ വിശ്വസിക്കുന്നവരാണെങ്കിൽ പറയും മരിച്ചിട്ടില്ല. ഖുർആൻ പറഞ്ഞ വാക്കാണ്. ولا تقولوا لمن يقتل في سبيل الله أمواتا بل أحياء عند ربهم يرزقون. അള്ളാഹുവിന്റെ മാർഗത്തില് പിടഞ്ഞു മരിച്ചവര്, അള്ളാഹുവിന്റെ മാർഗത്തില് കെട്ടിടത്തിന്റെ അടിയിൽ കിടന്ന് കുടുങ്ങി മരിച്ചവര്, അള്ളാഹുവിന്റെ മാർഗത്തില് ശരീരമാസകലം വെന്തുപൊള്ളി മരണപ്പെട്ടു പോയവര്, അവർ മരിച്ചു എന്ന് പറയരുതേ. ബൽ മറിച്ച് അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. മറിച്ച് അള്ളാന്റെ അടുക്കൽ അവർ ജീവിച്ചിരിക്കുന്നവരാണ്, വിഭവങ്ങൾ ഭക്ഷിച്ചു കൊണ്ടിരിക്കുന്നവരാണ് കേട്ടോ. ജീവിച്ചിരിക്കുന്നവരെ ഭക്ഷിക്കുള്ളൂ. മരിച്ചു കിടക്കുന്നവൻ തിന്നൂല. തിന്നോ മന്നാനി? വാപ്പ മരിച്ചു കിടക്കാൻ, വാപ്പ രാവിലെ 2 പുഴുങ്ങിയ മുട്ടയും 1 ഗ്ലാസ് പാലും കുടിക്കും. രാവിലെ സുബഹിക്ക് മരിച്ചു വാപ്പ. ഈ മുട്ടയും കൂടെ ഒന്ന് തിന്നു വാപ്പ. ബുൾസ് അടിച്ചിട്ട് ഉപ്പ വാ തുറന്നു കൊടുത്തിട്ട്, എന്താപ്പ ഹുസൈൻ സാഹിബേ കൊടുക്കൂ അങ്ങനെ ആരല്ലോ? നിങ്ങളെന്താ മിണ്ടാത്ത? മയ്യത്തിരിക്കുന്ന പോലെ ഇരിക്കാതെ ഹയ്യിരിക്കുന്ന പോലെ ഇരിക്കി. ഹയ്യും മയ്യത്തും തമ്മിൽ അല്ലാഹു മഗ്ഫിർലി ഹയ്യിനാ വ മയ്യിത്തിനാ. പടച്ചവനെ, ഈ ഹയ്യിനും മയ്യത്തിനും പുറത്ത് എന്തെങ്കിലും ഒന്ന് ചോദിക്കുന്നതിന് മറുപടി തരണ്ട. നിങ്ങൾ മിണ്ടാണ്ടിരുന്നാൽ എനിക്ക് തന്നെ വാത് പറയാൻ പറ്റുമോ? ഞാൻ ഇപ്പൊ നിർത്തുവന്ന. നിങ്ങൾ ഈ മയ്യത്തിനെ പോലെ ഇരിക്കാതെ ചോദിക്കുന്ന മയ്യത്തിനെല്ലാം ചാപ്പ കൊടുക്കാൻ പറ്റുമോന്ന്? എന്താ പിന്നെ അങ്ങനെ പറ, പറ്റൂല എന്നുള്ളത്. അങ്ങനെ പറഞ്ഞാൽ ഇപ്പൊ എന്താ? നിങ്ങളെന്താ ഞാൻ ഇങ്ങനെ പ്രസംഗിക്കുന്ന ഏതോ റോബോട്ടിന്റെ മുന്നിൽ പ്രസംഗിക്കുന്നത് പോലെ നിങ്ങൾ മുണ്ടാണ്ടിരുന്നാലോ? നിങ്ങൾ എന്തെങ്കിലും അതിനൊരു മറുപടി പറയണ്ടേ? അള്ളാഹ് ഖുർആനിൽ പറഞ്ഞ വാക്കെന്താ? ബൽ അഹ്യാഉൻ എന്ന് പറഞ്ഞാൽ മതി. അള്ളാഹ് അവർ മരിച്ചിട്ടില്ല, അവർ ജീവിച്ചിരിക്കുന്നവരാണെന്ന് അള്ളാഹ് പറഞ്ഞാൽ മതി. ബൽ അഹ്യാഉൻ എന്ന് അള്ളാഹ് പറഞ്ഞാൽ മതി. പക്ഷെ അള്ളാഹ് അതുകൊണ്ട് നിർത്തിയില്ലല്ലോ. ഇന്ദ റബ്ബിഹിം യുർസഖൂൻ എന്നൂടെ അള്ളാഹ് ചേർത്ത് പറഞ്ഞു. ബൽ അഹ്യാഉൻ, അവർ മരിച്ചിട്ടില്ല, ജീവിച്ചിരിക്കുന്നവരാണ് എന്ന് അള്ളാഹ് പറഞ്ഞു നിർത്താം. പക്ഷെ അള്ളാഹ് അങ്ങനെ നിർത്തിയില്ല. ഇന്ദ റബ്ബിഹിം യുർസഖൂൻ. അവര് നല്ല അടിച്ചു പൊളിച്ച് ഷവർമ ഷവായ അല്ല സ്വർഗത്തിലത്തെ നല്ല കാട കോഴി തിന്നുകൊണ്ടിരിക്കുകയാണെന്നാ പറയുന്ന അള്ളാഹ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? മരിച്ചിട്ടില്ല എന്നല്ലേ ഹബീബേ മന്നാനി? അല്ലേ? നിങ്ങളെ പോലെ തടിയായിട്ടിരിക്കട്ടവര് അല്ല തിന്ന് കൊഴുത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് സംഭവം. മനസ്സിലായില്ലേ?
ഇതേപോലെയാണ് ഉഷാറാവണമെന്നാണ്. അള്ളാഹു ഇദ്ദേഹത്തിന്റെ വണ്ണം കുറച്ചു കൊടുക്കട്ടെ. ഇത്ര ദുആ റബ്ബേ, നാളെ എങ്ങാനും നിങ്ങൾ സ്ലിം ആയാൽ രക്ഷപ്പെട്ടില്ലേ? അൽഹംദുലില്ലാ, രക്ഷപ്പെട്ടില്ലേ? ആളെ സ്ലിം ആയി പോയാല് അത് അള്ളാഹ് പറയുന്ന എത്ര വലിയ വാക്ക. ഖുർആൻ നമ്മൾ ചിന്തിക്കണം, നമ്മൾ ചിന്തിച്ച് നോക്കണ്ടേ. മരിച്ചവർ അള്ളാഹ് അവർ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വാസം വരൂല. അതിന്റെ അള്ളാഹ് ചേർത്ത് പറഞ്ഞ എന്താ റബ്ബി ഉർസഖുൻ, ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുകയാണെന്നാ. ഇവിടെ വെള്ളമില്ല, ഇവിടെ ഭക്ഷണമില്ല, വൈദ്യുതി ഇല്ല, ഹോസ്പിറ്റലും ഇല്ല, അനസ്തേഷ്യ ഇല്ല, പാരസെറ്റാമോളും ഇല്ല, പാൻഡോളും ഇല്ല, പനഡോളും ഇല്ല, ഒന്നുമില്ല. അള്ളാന്റെ അടുക്ക എല്ലാം ഉണ്ട്. നിങ്ങൾ ഇങ്ങ് വാ എന്നാ പറയുന്നത്. ഇങ്ങോട്ട് വാ, നിങ്ങൾ ഇങ്ങോട്ട് വരി, ഞാൻ തരാം, ഇങ്ങോട്ട് വരി. അതുകൊണ്ടല്ലേ കുഞ്ഞുമക്കൾ ഞങ്ങൾ ഇങ്ങനെ തയ്യാറാണ്. ഞാൻ കുഞ്ഞുമക്കൾ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. മയ്യത്തുകളൊക്കെ ചിരിച്ചു കിടക്കുന്നു. ബോംബെന്ന് കണ്ട് ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല, ഞങ്ങളൊന്നും പോകില്ല, ഞങ്ങൾ മരിക്കാൻ. ഈ അടുത്ത സമയത്ത് ഈ ഖുർആൻ ചരിത്ര ഭൂമിയിലേക്കുള്ള യാത്രയിൽ കുറെ ആളുകൾ ഇങ്ങനെ ബൈത്തുൽ മുഖദ്ദസിലൊക്കെ പോയിരുന്നല്ലോ. അങ്ങനെ കൂട്ടത്തിൽ ബൈത്തുൽ മുഖദ്ദസ് നിസ്കരിക്കുമ്പോൾ ഒരു 11 വയസ്സുകാര ഒരു കുട്ടി ബാലൻ അവിടെ നിൽക്കുന്നു. ഒരു ചോദിച്ചു, മോനെ നിന്റെ ഉപ്പ ഉമ്മ അവിടെ? ആ കുഞ്ഞു പയ്യൻ മുകളിലോട്ട് കൈ അവര്, എൻ്റെ വാപ്പ ഷഹീദ്, ഉമ്മ ഷഹീദ്. സ്വർഗത്തിലെ മുകളിലോട്ട് കൈ കാണിച്ചിട്ട് ചിരിച്ചിട്ട് അവർക്ക് ചിരിച്ചിട്ട് അറിയാം. അപ്പൊ കൂടെ വന്ന് അവര് പറഞ്ഞു, മോനെ നിന്നെ ഞങ്ങൾ കൊണ്ടുപോകാം നാട്ടിൽ, ഞങ്ങളുടെ നാട്ടിൽ കൊണ്ടുപോയിട്ട് നിന്നെ ഡോക്ടറാക്കാം, നിന്നെ പഠിപ്പിക്കാം, ഹാഫിളാക്കാം, ഞങ്ങളുടെ നാട്ടിൽ നിനക്ക് നല്ല വലിയ സ്ഥാനം എല്ലാം കിട്ടും, നമ്മളെ കൊണ്ടുപോകാം. ഞാൻ വന്നാ പിന്നെ ഞാൻ അവിടെ വന്നാൽ നിങ്ങളുടെ നാട്ടിൽ വന്നാൽ ഷഹീദാവാൻ പറ്റൂല. 11 വയസ്സുകാരന്റെ മനസ്സ് പറയൂ, ഞാൻ നിങ്ങളോടൊപ്പം നിങ്ങളുടെ നാട്ടിൽ വന്നാൽ എനിക്ക് ഷഹീദാവാൻ പറ്റൂല, അതുകൊണ്ട് ഞാൻ വരില്ല. എൻ്റെ ഉമ്മ എൻ്റെ ഉപ്പ പോയ സ്ഥലത്ത് എനിക്ക് എത്തണം. അങ്ങനെയുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ പരിസരത്ത് തമ്പടിച്ചിരിക്കുന്ന ഉമ്മമാരോട്, പെങ്ങന്മാരോട് ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകണം, ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകണം എന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞൊരു വാക്കുണ്ട്. എന്താ പറഞ്ഞതെന്നറിയോ? ഞങ്ങൾ ഒഴിഞ്ഞു പോകൽ ഞങ്ങൾക്കൊരു വിഷയമല്ല, പക്ഷെ ഞങ്ങൾ ഒഴിഞ്ഞു പോയാൽ ഈ ബൈത്തുൽ മുഖദ്ദസിനെ സംരക്ഷിക്കാൻ മറ്റാരുമില്ല. ബൈത്തുൽ മുഖദ്ദസിനെ സംരക്ഷിക്കാൻ മറ്റാരുമില്ല. അതുകൊണ്ട് ഈ ബൈത്തുൽ മുഖദ്ദസിന്റെ സംരക്ഷകരായി മരിക്കുവോളം ഞങ്ങൾ ഇവിടെ തന്നെ തുടരും. അവർക്ക് പേടിയില്ലപ്പാ, കാരണം മരിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഗുണമുണ്ടെന്ന് അവർക്ക് അറിയാവുന്ന ഖുർആൻ പറഞ്ഞ വാക്കല്ലേ. ഇത്ര ചെറിയ കാര്യമാണോ? കുഞ്ഞുമക്കൾ നിങ്ങൾ മരിച്ചുപോയി വിഷമിക്കുന്നുണ്ടോ? ഞാൻ 1-2 അതീത് പറഞ്ഞുതരാമല്ലോ, നിങ്ങൾ വിഷമിക്കാതിരിക്കാൻ. ഞാൻ 1-2 അതീത് പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾ ഓർക്കും, കുഴപ്പമില്ലടാ അളിയാ, ആ കുട്ടികളൊക്കെ എന്താ രസം. ആ കുഞ്ഞു മക്കളുടെ മയ്യത്ത് ഇങ്ങനെ അട്ടി ഇങ്ങനെ വെച്ചിരിക്കാണ്, ഐസ്ക്രീം പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന പോലെ. സത്യത്തിൽ എനിക്ക് ചിരി വരുവാണ് കാണുമ്പോൾ. കാരണം എന്താ? സന്തോഷിച്ചില്ലേ? നമുക്ക് വിഷമമില്ലാതല്ല, അങ്ങനെയല്ല. ആ ഹദീസ് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ചിരിയല്ലേ വരിക, സന്തോഷത്തിന്റെ കണ്ണുനീരാണ് വരിക. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് ഒരു പെണ്ണിതാ കടന്നു വരുന്നു, കയ്യിൽ ഒരു കുഞ്ഞിനെയും എടുത്ത്. അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് വന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ് ഉദ്ഉല്ലാഹ ലീ, എനിക്കും എൻ്റെ ഈ കുഞ്ഞിനും വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ. ലഖദ് ദഫൻതു സലാസതൻ, എൻ്റെ 3 കുഞ്ഞുമക്കളെ ഞാൻ കബറടക്കിയവളാണ്. എൻ്റെ 3 കുഞ്ഞു പൈതൽ മരിച്ചുപോയി നബിയേ. ഇനി ബാക്കി അവശേഷിക്കുന്നത് ഈ ഒരു കുഞ്ഞു മാത്രമാണ് റസൂലേ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലേ, ഈ കുട്ടിക്ക് വേണ്ടി ദുആ ചെയ്യണേ ഹബീബേ. അല്ലാഹുവിന്റെ റസൂൽ ആ പെണ്ണിനോട് ചോദിക്കുകയാണ്, ലഖദ് ഇഹ്തലർതി ലഖദ് ദഫൻതി സലാസ അദഫൻതി സലാസ, നീ 3 മക്കളെ നീ മയ്യത്തടക്കിയവളാണോ എന്ന് പറഞ്ഞാൽ 3 കുഞ്ഞുമക്കൾ നിന്റെ മരണപ്പെട്ടു പോയോ? അതേ യാ റസൂലല്ലാഹ് എന്ന് ആ സഹോദരി മറുപടി പറഞ്ഞപ്പോ ഹബീബായ തങ്ങൾ അവളോട് പറയുകയാണ്, ലഖദ് ഇഹ്തലർതി ബിഹിലാരിൻ ശദീദ് ലഖദ് ഇഹ്തലർതി ബിഹിലാരിൻ ശദീദിൻ മിനന്നാർ, നരകത്തിൽ നിന്നുമുള്ള രക്ഷാമതിൽ നീ അവിടെ പണിതിരിക്കുകയാണ് പെണ്ണേ. ആ 3 മക്കളുടെ വിയോഗത്തിന്റെ പേരിൽ നീ നരകത്തിലേക്ക് കടക്കൂല കേട്ടോ. 3 മക്കള് മരിച്ചുപോയതിന്റെ പേരിൽ നരകത്തിൽ നീ പോകും. വലിയ മതിൽ കെട്ടിയിരിക്കുകയാണ് 3 മക്കള്. അപ്പോൾ ഒരു സഹാബി 2 മക്കൾ എന്റെ മരിച്ചുപോയി. പിന്നെ ഒരു സഹാബി ഒരു കുട്ടി എന്റെ മരിച്ചുപോയി നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നഅം
നിനക്കുമുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ അവരെ സമാശ്വസിപ്പിക്കുകയാ. ആ കുഞ്ഞു പൈതലിന്റെ പേരിൽ നാളെ സ്വർഗം നിനക്ക് അള്ളാഹു നൽകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. ശേഷം ആ സ്വഹാബിയെ സമാശ്വസിപ്പിച്ചുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, ഇന്ന സഖത ലയജുറു ഉമ്മഹു ഇലൽ ജന്ന. അല്ലാഹുവിന്റെ റസൂൽ ഒരു സ്വഹാബി തന്റെ കുഞ്ഞു പൈതൽ മരിച്ചുപോയി എന്ന ദുഃഖവാർത്ത അറിയിക്കാൻ കടന്നു വന്നപ്പോ അദ്ദേഹത്തിന്റെ കണ്ണുനീര് തുടച്ച് സമാശ്വസിപ്പിച്ചുകൊണ്ട് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, ആ പിഞ്ചോമനയുണ്ടല്ലോ നാളെ നിന്റെ മുണ്ടിൽ പിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും കേട്ടോ. ഇങ്ങനെ പിടിച്ച് കാണിച്ചു കൊടുത്തു. ആ മുണ്ടിങ്ങനെ പിടിച്ച് കാണിച്ചു കൊടുത്തിട്ട് കൊച്ചു കുട്ടികൾ അങ്ങാടിയിൽ പോകുമ്പോൾ വാപ്പാന്റെ മുണ്ടിലൊക്കെ പിടിച്ചു നടക്കുന്നത് പോലെ, ഉമ്മാന്റെ മാക്സിയിൽ പിടിച്ചു നടക്കുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിടിച്ച് കാണിച്ചു കൊടുത്തു. ഈ കുഞ്ഞു പൈതൽ നാളെ ഈ മുണ്ടിൽ പിടിച്ച് നിന്നെ നേരെ സ്വർഗത്തിൽ കൊണ്ടുപോകും. ആ സ്വഹാബി ചിരിച്ചു. വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്നൽ അത്ഫാൽ. എൻ്റെ സദസ്സിലൊക്കെ കുഞ്ഞുമക്കളൊക്കെ മരണപ്പെട്ടു പോയവർ ഉണ്ടെങ്കിലൊക്കെ ശ്രദ്ധിച്ചോളി. അവർക്കൊരു സന്തോഷ വാർത്തയാണ് ഈ പറയുന്നത്. അവരുടെയൊക്കെ മക്കൾ മരണപ്പെട്ടു പോകുമ്പോൾ നമുക്ക് വലിയ വിഷമമുണ്ടാവും. ശരി തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും കുഞ്ഞു പൈതലുകൾ മരണപ്പെട്ടു പോയില്ലേ? അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിലിരുന്നിട്ടാണ് അവസാനത്തെ കുട്ടി ഇബ്രാഹിം റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്. ഖാസിം അബ്ദുല്ലാ ഇബ്രാഹിം 10 മാസം 8 മാസം 17 മാസം ഒക്കെയായ കുഞ്ഞു പൈതലാണ് ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയത്. ഒരു തെളിവാ ബീവേ, നബിതങ്ങൾ യത്തീമായി ജനിച്ചു. ഒരു തെളിവാണ് നമുക്ക്. യത്തീമായ മക്കൾ ആരാണ്? യത്തീം എന്ന് പറഞ്ഞാൽ ആരാണ്? കുഞ്ഞുമക്കൾ നബിതങ്ങളുടെ വഫാത്തായി പോയി. ആമക്കളാണ് വഫാത്തായി പോയി. നബിതങ്ങളുടെ ഹയാത്തിൽ ജീവിച്ചിരുന്ന പെമ്മക്കളായിരുന്നു. നബി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആമക്കളെക്കാൾ പെമ്മക്കളെയായിരുന്നു. അതിലും തെളിവുകളാണ്. ഇതൊക്കെ നമുക്കൊരു പാടാണ്. നമ്മുടെ പെണ്ണുങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുമ്പോൾ ഇത് നമുക്കൊരു പാടാണ്. പെമ്മക്കൾ നമുക്കൊരു പാടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹയാത്തിൽ ജീവിതത്തിൽ 3 പെമ്മക്കൾ മരിച്ചുപോയി. ആ 3 പെമ്മക്കളെ എങ്ങനെയാണ് നബിതങ്ങൾ അടക്കിയത്? അത് നമുക്കൊരു പാടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുമ്പോൾ ഒരു പെൺകുട്ടി മാത്രം, ഫാത്തിമ റളിയല്ലാഹു അൻഹാ. നബിതങ്ങൾ വലിയ ഇഷ്ടപ്പെട്ട മോളാണ്. അല്ലാഹുവിന്റെ റസൂൽ ഫാത്തിമയെ കാണുമ്പോ എഴുന്നേറ്റ് നിൽക്കുമത്രേ. നബിതങ്ങൾ ഇരിക്കുന്ന അതേ കസേരയിൽ ആ ഫാത്തിമ എന്ന പൊന്നുമോളെ ഇരുത്തുമായിരുന്നു. അതാണ് പെമ്മക്കളോടുള്ള ആദരവ്. നബിതങ്ങൾ പെമ്മക്കളെ ആദരിച്ചു, ബഹുമാനിച്ചു. എഴുന്നേറ്റ് ഫാത്തിമയെ കണ്ടിട്ട് എഴുന്നേറ്റു. ഏത് യാത്ര പോയാലും ഫാത്തിമ എന്ന മോളെ കാണാതെ വിശ്രമിക്കൂല. അതാണ് നബിതങ്ങൾ ആ പെൺകുട്ടിയോട് ഉള്ള സ്നേഹം. അൽബനാത്തു ഹസനാത് വൽബനൂന ഹിസാബ്. പെൺമക്കൾ ഐശ്വര്യമാണ്, അഭിവൃദ്ധിയാണ്, ആഘോഷമാണ്, ആഹ്ലാദമാണ്, അഭിനന്ദനങ്ങൾ. അൽബനാത്തു ഹസനാത്. വലിയ വാക്കാണ് നബി തങ്ങൾ പറഞ്ഞത്. വൽബനൂന ഹിസാബ്. ആൺമക്കൾ അനുഗ്രഹമാണ്. അനുഗ്രഹത്തിന് അല്ലാഹുവിന്റെ കോടതിയിൽ മറുപടി പറയണം. ആൺമക്കൾ അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തിന് ഇവൻ കാട്ടിക്കൂട്ടുന്ന കോപ്രായത്തിന് വാപ്പ ഉമ്മ മറുപടി പറയണം ആഖിറത്തിൽ. ആണ് ഹദീസ്. അപ്പൊ നബിതങ്ങളുടെ ഹയാത്തിൽ കൊച്ചു കുട്ടികൾ മരിച്ചുപോയി. അവസാന വഫാത്താകുന്ന ഇബ്രാഹിമാണ്. കയ്യിലിരുന്ന് മരണപ്പെടുകയാണ്. പനി കൂടിയിട്ട് വഫാത്താകുമ്പോ നബിതങ്ങളുടെ കണ്ണ് ഈറനണിയുകയാ. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അടുത്തിരിക്കുകയാണ്. നബിതങ്ങളുടെ കരച്ചിൽ കണ്ടപ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ചോദിക്കുകയാണ്, വ അൻത യാ റസൂലല്ലാഹ്, ഞങ്ങളോട് കരയരുത് എന്ന് പറഞ്ഞിട്ട് അങ്ങ് കരയുകയാണോ? ഹബീബായ തങ്ങൾ പറഞ്ഞു, യബ്നഉ ഹാദിഹി റഹ്മാ,
ഇബ്നു ഔഫ്, ഇതെന്റെ കണ്ണിൽ നിന്ന് വരുന്നത് റഹ്മത്തിന്റെ കണ്ണുനീരാണ് കേട്ടോ. ഈ കുഞ്ഞിന്റെ വഫാത്തിന്റെ പേരിൽ, ഈ കുഞ്ഞു മക്കള് മരിച്ചു പോയതിന്റെ പേരിൽ എനിക്ക് കരയാൻ ഒരു അവസരം അല്ലാഹു നൽകിയാൽ, എന്റെ ഇബ്രാഹിം എന്നിൽ നിന്ന് വിട പറഞ്ഞതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ പൊട്ടിക്കരയുന്നത് ഞാനായിരിക്കും ഇബ്നു ഔഫ്. പക്ഷെ അല്ലാഹ്ക്ക് നിരക്കാത്തതൊന്നും ഞാൻ പ്രവർത്തിക്കൂല സ്വഹാബാ. പക്ഷേ ഇതെന്റെ റഹ്മത്തിന്റെ കാരുണ്യത്തിന്റെ കണ്ണുനീരാണ് കേട്ടോ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അല്ലാഹ്ക്ക് ഇഷ്ടപ്പെടാത്തതൊന്നും നമ്മൾ ഒരു മരണത്തിന്റെ പേരിൽ കാട്ടിക്കൂട്ടരുത്. അതാണ് പ്രവാചകൻ പറഞ്ഞത്. നിലവിളിച്ച് ഒപ്പാരയിട്ട് നെഞ്ചത്തടിച്ച് മുഖത്തടിച്ച് വസ്ത്രം കീറി ഒന്നും നിങ്ങൾ കരയരുത് കേട്ടോ. അങ്ങനെയുള്ള കരച്ചിൽ ഇസ്ലാം വിരോധിക്കുന്നു, നിരോധിക്കുകയാണ്. അല്ലാതെ റഹ്മത്തിന്റെ കണ്ണുനീര് ഒരിക്കലും അത് നിരോധിക്കുന്നില്ല. അത് ഓരോ മയ്യത്തിന്റെ പേരും നാം കൊഴിക്കേണ്ടതാണ്. അതിന്റെ പേരിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ മയ്യത്തിന് ആ ഖബറിൽ റഹ്മത്ത് ചെയ്യുമത്രേ. അതാണ് റഹ്മത്തിന്റെ കണ്ണുനീര്. അത് വേണം. പൊട്ടിക്കറിഞ്ഞ് നിലവിളിച്ചുള്ള അട്ടഹസിച്ചുള്ള കരച്ചിൽ അതാണ് പാടില്ലാത്തത്. അപ്പോൾ കുഞ്ഞുമക്കള് മരണപ്പെട്ടു പോയി. അതിന്റെ അർത്ഥം എന്താ? നമ്മുടെയും മക്കള് മരിച്ചു പോകും എന്നാണ് അതിന്റെ അർത്ഥം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും പറയുകയാണ്, ഇന്നൽ അത്ഫാല യജ്തമിഊന ഫീ മൗഖിഫിൽ ഖിയാമ ഇൻദ അറദിൽ ഖലായിഖ്. നാളെ മഹ്ശറാവൻ സഭയിൽ നമ്മെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന വേളയിൽ നമ്മുടെ കുഞ്ഞുമക്കളെയും അവിടെ ഒരുമിച്ച് കൂട്ടുകയാണ്. ഈ കുഞ്ഞുമക്കളോട് അല്ലാഹുവിന്റെ മാലാഖമാര് പറയുകയാണ്, ഇദ്ഹബൂ വദ്ഖുലൂ ഇലാ ബാബിൽ ജന്നാ. നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണേ, സ്വർഗത്തിന്റെ വാതിൽക്കലേക്ക് നിങ്ങൾ പോകണേ. കുഞ്ഞുമക്കളെല്ലാവരും ഓടി ഓടി പോവുകയാണ്. മുത്തുകൾ വിതറപ്പെടുന്നത് പോലെ ഈ കുഞ്ഞുമക്കൾ മുഴുവനും സ്വർഗത്തിന്റെ വാതിൽക്കലെത്തുമ്പോ ആ സ്വർഗത്തിന്റെ മാലാഖമാർ അവരെ സ്വാഗതമോദി ക്ഷണിക്കുകയാണ്. മർഹബാ 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 മർഹബം ബിദുറാറിൽ മുസ്ലിമീൻ. മുസ്ലിം ലോകത്തിന്റെ പുഷ്പങ്ങളെ, പവിഴങ്ങളെ, മണിമുത്തുകളെ, ശൈശവത്തിൽ ന്യൂ ബോൺ ബേബിയായിരിക്കുമ്പോ സ്വർഗത്തിലേക്ക് കടന്നു വന്ന മക്കളെ, നിങ്ങൾക്ക് സ്വാഗതം സ്വാഗതം, കടന്നു വരണേ കടന്നു വരണേ. ഏതെല്ലാം മക്കള് മരണപ്പെട്ടിട്ടുണ്ടോ, പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് എത്രയെത്ര കുഞ്ഞുമക്കള് മരിച്ചു പോയിട്ടുണ്ടോ, അവരെല്ലാം സ്വർഗത്തിന്റെ വാതിൽക്കൽ വന്ന് നിൽക്കുകയാണ്. മലക്കുകൾ പറയുകയാണ്, ഉദ്ഖുലൂ അൽ ജന്ന, സ്വർഗത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കണം കേട്ടോ. ഉടനെ ആ മക്കള് സ്വർഗത്തിൽ പ്രവേശിക്കൂല കേട്ടോ, സ്വർഗത്തിലേക്ക് കയറൂല. സ്വർഗത്തിന്റെ വാതിൽക്കൽ നിന്നിട്ട് മലക്കുകളോടൊരു ചോദ്യമുണ്ട്. ഇന്ന് പിടഞ്ഞു വീഴുന്ന കുഞ്ഞുമക്കളുണ്ടല്ലോ, ഉമ്മാന്റെ ഒക്കത്ത് പാല് കുടിച്ചു കൊണ്ടിരിക്കുമ്പോ ഷഹീദാക്കപ്പെട്ട പൊന്നുമോളുണ്ടല്ലോ, ആ കുഞ്ഞുമക്കളടക്കം സ്വർഗത്തിന്റെ വാതിൽക്കൽ നിന്നിട്ട് ചോദിക്കുകയാണ്, ഐന ആബാഉനാ വ ഉമ്മഹാതുനാ, എവിടെ ഞങ്ങളുടെ ഉപ്പ, എവിടെ ഞങ്ങളുടെ ഉമ്മ? ലാ നദ്ഖുലുൽ ജന്ന ഇല്ലാ മഅ ആബാഇനാ വ ഉമ്മഹാതിനാ. അല്ലാഹുവാണ് സത്യം, ഞങ്ങളുടെ ഉപ്പ ഉമ്മ ഇല്ലാതെ ഞങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കൂല കേട്ടോ. ഫയതലാഗൂ വയൽജൗന ലജ്ജാ. സ്വർഗത്തിന്റെ വാതിൽക്കൽ കടന്ന് പൊട്ടിത്തെറിക്കുകയാണ്, പൊട്ടിക്കരയുകയാണ്,
നിലവിളിക്കുകയാണ്. ഭയങ്കരമായ ശബ്ദ കോലാഹലത്തോടെ സ്വർഗത്തിന്റെ വാതിൽക്കൽ വെച്ച് അവർ വിളിക്കുകയാ, എൻ്റെ ഉപ്പ, എൻ്റെ ഉമ്മ എവിടെ? ഞങ്ങളുടെ ഉമ്മ എവിടെ? ഉപ്പ എവിടെ? ഉടനെ അല്ലാഹു ചോദിക്കുകയാണ്, ഏ മലക്കുകളെ, മാ ഹാദിഹിൽ ലജ്ജ, എന്തേ സ്വർഗത്തിന്റെ വാതിൽക്കൽ ഒരു വല്ലാത്ത ശബ്ദ കോലാഹലങ്ങൾ കേൾക്കുന്നുവല്ലോ? ഉടനെ ബഹുമാനപ്പെട്ട മാലാകമാർ അല്ലാഹുവിനോട് പറയുകയാ, യാ അല്ലാഹ് റബ്ബനാ അത്ഫാലുൽ മുസ്ലിമീൻ, അല്ലാഹുവേ മുസ്ലിം മക്കളുടെ കുഞ്ഞുമക്കളാണ്, മുസ്ലിമീങ്ങളുടെ കുഞ്ഞുമക്കളാണ്. വഹും യഖൂലൂന ലാ നദ്ഖുലുൽ ജന്ന ഇല്ലാ മഅബായിനാ വ ഉമ്മഹാതിനാ, അവർ പറയുകയാണ്, റബ്ബേ ഞങ്ങളുടെ മാതാപിതാക്കളില്ലാതെ ഞങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കൂല കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്താണ് അവർക്ക് മറുപടി നൽകിയത്? ഞങ്ങൾ അവരോട് പറഞ്ഞു, ഇന്നഹും ലൈസു മിസ്ലക്കും വഹും യുഹാസബൂന അലൈഹാ വയുതാലബൂൻ, അവർ നിങ്ങളെ പോലെയല്ല മക്കളെ, അവർ ഒരുപാട് കുറ്റങ്ങൾ ചെയ്തവരാണ്, ഒരുപാട് തെറ്റുകൾ ചെയ്തവരാ, അവര് വിചാരണ നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വിചാരണയില്ല, സ്വർഗത്തിൽ പ്രവേശിക്കണേ, സ്വർഗത്തിൽ പ്രവേശിക്കണേ. ഞങ്ങൾ പറഞ്ഞു നോക്കി പടച്ചവനെ, പക്ഷേ അവരത് കേൾക്കുന്നില്ല. അല്ലാ, അവർക്ക് അവരുടെ മാതാപിതാക്കളില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് വാശി പിടിക്കുകയാണ് പടച്ചവനെ. അല്ലാഹു കരുണയുള്ളവനാ. 70 ഉമ്മമാരേക്കാൾ തന്റെ ദാസനോട് കരുണയുള്ള നാഥൻ മലക്കുകളോട് പറയുകയാണ്, മലക്കുകളെ, തഖല്ലലൂ വൽ ജുമഅ വഖുദൂ ബിഐദീഹിം, അവരെ ആ ജനസഞ്ചയത്തിലേക്ക് ഒന്ന് ഇറക്കി വിടണേ, ആ കുഞ്ഞുമക്കളെ ജനങ്ങളുടെ കൂട്ടത്തിലേക്ക് ഒന്ന് ഇറക്കി വിടണേ. അവരവരുടെ മാതാപിതാക്കളുടെ കൈക്ക് പിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകട്ടെ. ആ മാതാപിതാക്കൾക്കിനി ഹിസാബില്ല, വിചാരണയില്ല. ആ മക്കളെ എടുത്ത് ചുംബിച്ച് സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളട്ടെ. സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖ്ബദ്ദാർ. അവരുടെ വീട്ടിന്റെ പേര്, സ്വർഗത്തിന്റെ വീടിന്റെ പേര് ബൈത്തുൽ ഹംദ്. ആ സ്വർഗത്തിന്റെ പേരാണ് ബൈത്തുൽ ഹംദ്. നേരെ അവർ വീട്ടിലേക്ക് കയറും. മക്കൾ അവർക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യും. മക്കൾ അവർക്ക് കൊണ്ട് ശഫാഅത്ത്. അപ്പൊ ചെറുപ്പത്തിൽ ചെറുപ്പത്തിൽ മരിച്ചുപോയ കുഞ്ഞു മക്കൾ മരണപ്പെട്ടു പോയിട്ടുള്ള ഉമ്മമാർക്ക് സന്തോഷിക്കാം. അവർ നാളെ ആ മക്കളോടൊപ്പം സ്വർഗത്തിലാണ്. അപ്പൊ നമുക്ക് വിഷമിക്കേണ്ട ആവശ്യമുണ്ടോ? ഈ മക്കളൊക്കെ ഇനി ഒന്നുകൂടെ പറഞ്ഞുതരാം. ഈ കുഞ്ഞുങ്ങൾക്ക് ആരാണ് മുല കൊടുക്കുന്നത്? ഈ കുഞ്ഞുങ്ങളെ കളിപ്പിക്കുന്നത് ആരാണ്? കുഞ്ഞുമക്കളെ കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിവെച്ചിട്ട് ഹയ എന്ന പൊന്നുമോളടക്കം എഴുതി വെച്ചില്ലേ, ഞാനിതാ സ്വർഗത്തിലേക്ക് പോവുകയാ, എൻ്റെ കളിപ്പാട്ടം മറ്റുള്ളവർക്ക് നിങ്ങൾ കൊടുക്കണം കേട്ടോ എന്നൊക്കെ എഴുതി വെച്ചു പോയ പൊന്നുമക്കള് കളിപ്പാട്ടം കണ്ട് കൊതി തീരുന്നതിന് മുമ്പ് ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ആരാണ് നമ്മുടെ മക്കളെ, ആരാണ് നമ്മുടെ കുഞ്ഞുമക്കളെ സ്വർഗലോകത്ത് അവർ മരണപ്പെട്ടതിന് ശേഷം അവരെ പരിപാലിക്കുന്നത് ആരാണ് നബിയെ എന്ന് സഹാബാക്കൾ നബി തങ്ങളോട് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, യകുഫുലുഹും അയ്യർആഹും ബഅദ മൗതിഹിം, ആ കുഞ്ഞുമക്കൾ മരണപ്പെട്ടതിന് ശേഷം അവരെ പരിപാലിക്കുന്നത് ആരെന്നറിയോ? നബിയുല്ലാഹി ഇബ്രാഹിം വസൗജതുഹു ഹാജറ സാറ വഹാജറ. ഹബീബായ തങ്ങളെ സഹാബാക്കളോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഇന്ന് പലസ്തീനിന്റെ മണ്ണിൽ പിടഞ്ഞു വീഴുന്ന ഉമ്മയെ ഉപ്പയെ കണ്ടിട്ടില്ലാത്ത ആ കുഞ്ഞു കളി, ആ കളി പോലും മാറിയിട്ടില്ലാത്ത, ചിരി പോലും മങ്ങിയിട്ടില്ലാത്ത ആ കുഞ്ഞു ഹൃദയങ്ങളെ ആരാണ് പരിപാലിക്കുന്നത് നബിയേ?
അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അവരെ പരിപാലിക്കുന്നത് മഹാനായ സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം, അവരുടെ ഭാര്യയായ സാറാ ഹാജറ, അവരാണ് കുഞ്ഞുമക്കളെ പരിപാലിക്കുന്നത്, അവരെ മുലയൂട്ടുന്നത്, അവരെ കളിപ്പിക്കുന്നത്, അവരെ സന്തോഷിപ്പിക്കുന്നത്, അവരെ രസിപ്പിക്കുന്നത്. ഹത്താ യറുദ്ദഹും ഇലാ ആബായിഹിം വ ഉമ്മഹാതിഹിം യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിൽ ഇവരുടെ യഥാർത്ഥ മാതാപിതാക്കൾ വരുമ്പോ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി വസൗജതുഹു സാറാ, അവരുടെ ഭാര്യയും ഈ മക്കളെ അവരുടെ ഉമ്മ ഉപ്പയുടെ കൈകളിൽ ഏൽപ്പിക്കുമത്രേ. നബിയുന റസൂലുള്ളാഹി. ഈ ഒരു ഭാഗ്യം വേറെ ആർക്കുണ്ട്? ഈ ഒരു ഭാഗ്യം ആർക്കുണ്ട്? ഇബ്രാഹിം നബിയാണ് വാപ്പാടെ സ്ഥാനത്ത്. അതാണല്ലേ അള്ളാഹു പറഞ്ഞ എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഇബ്രാഹിം നബിയെ കുറിച്ച് എന്റെ വാപ്പാന്നല്ലേ, ദഅവത്തു അബി ഇബ്രാഹിം. അപ്പൊ നമ്മളിപ്പോ ഈ കുഞ്ഞുങ്ങളൊക്കെ മരണപ്പെട്ട് ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് വലിയ വിഷമം ഉണ്ടാവും. ഈ ഹദീസൊക്കെ കേട്ടപ്പോ എങ്ങനെയുണ്ട്? സന്തോഷമുണ്ടോ? അല്ലേ? അതുകൊണ്ട് നമുക്ക് അതുകൊണ്ടാണ് ആ കുഞ്ഞുങ്ങൾക്ക് സന്തോഷം. ഇബ്രാഹിം നബി പരിപാലിക്കുക എന്ന് പറഞ്ഞാൽ കുറഞ്ഞ ആരെയാണ്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ബൈത്തുൽ മുഖദ്ദസിന്റെ വ്യക്തിയാണ്. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്ത് ഈ ബൈത്തുൽ മുഖദ്ദസിന് ജൂതന്മാരോട്ടൊരു ബന്ധവുമില്ല. ബൈത്തുൽ മുഖദ്ദസിന് ജൂതന്മാരോട്ട് യാതൊരു ബന്ധവുമില്ല. അതിന്റെ ചരിത്രം വേറെ, വിഷയങ്ങൾ തന്നെ വേറെയാണ്. മാ കാന ഇബ്രാഹീമു യഹൂദിയ്യൻ വലാ നസ്റാനിയാ വലാകിൻ കാന ഹനീഫൻ മുസ്ലിമാ. അല്ലാഹു തആല ഇബ്രാഹിം നബിയെ കുറിച്ച് പറഞ്ഞ വാക്കെന്താ? ഇബ്രാഹിം നബി യഹൂദിയല്ല, നസ്രാനിയല്ല. ബൈത്തുൽ മുഖദ്ദസ് യഹൂദന്റെ എങ്ങനെ പറയാൻ പറ്റും? എങ്ങനെ പറയാൻ പറ്റും? അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പരിപാലിച്ചു. ഇബ്രാഹിം നബി മകൻ ഇസ്ഹാഖ് ചേർത്ത് പരിപാലിച്ചു. ഒന്നാമത്തെ ഖിബ്ലയാണ് ബൈത്തുൽ മുഖദ്ദസ്. ഒന്നാമത്തെ ഖിബ്ലയാണ് ബൈത്തുൽ മുഖദ്ദസ്. ബൈത്തുൽ മുഖദ്ദസ് എന്താണെന്ന് നമ്മൾ ലോകം അറിയണം. ബൈത്തുൽ മുഖദ്ദസ് ഒന്ന് പഠിക്കണം. വെറുതെ ചുമ്മാ ഒരു യുദ്ധം ഉണ്ടായതല്ല വിഷയം. ബൈത്തുൽ മുഖദ്ദസ് എന്തുകൊണ്ടാണ് ഇന്ന് വരെ ഇത്രയും പേര് മരിച്ചല്ലോ സുഹൃത്തെ? ഈ ഹമാസുകാരൻ ചെയ്തു കൂട്ടി ഇടങ്ങേറ് കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും മരിക്കേണ്ടി വന്നത്, ഞങ്ങളുടെ കുഞ്ഞുമക്കൾ ഞങ്ങൾക്ക് നഷ്ടപ്പെടേണ്ടി വന്നത്, ഞങ്ങളുടെ വീടുകൾ തകർന്ന് തരിപ്പണമായതെന്ന് ഏതെങ്കിലും ഒരു ഫലസ്തീനിലെ മക്കൾ പറഞ്ഞോ? ഏതെങ്കിലും ഒരു പെണ്ണ് പറഞ്ഞോ? ഇത്ര നാളായിട്ട് പറഞ്ഞ പ്രസിഡന്റ് നമ്മൾ എന്തെങ്കിലുമൊക്കെ വന്നാൽ നമ്മൾ റിപ്പോർട്ടിൽ കാണുമല്ലോ അല്ലേ? എല്ലാം പറഞ്ഞോ? ബക്കറ്റുമാൻ ആരെങ്കിലും അങ്ങനെ പറഞ്ഞോ? ചായ കുടിച്ച് ഇരട്ടെ സബൂറാക്ക് ബക്കറ്റ് എന്ന് കേട്ടെ, ഞാൻ എന്നെ വിളിച്ചല്ലേ ബക്കറ്റുമാൻ എന്ന്. സബൂറാക്ക് സമാധാനമായിട്ട് കുടിക്കട്ടെ. നീ ബക്കറ്റ് കാണുമ്പോൾ അവർക്ക് പിന്നെ കുടിക്കാനുള്ള മനസ്സേ വരൂല. മനസ്സിലായില്ലേ? ഒരൊറ്റ ആളും എതിർത്തില്ലല്ലോ, പറഞ്ഞിട്ടേ ഇല്ലല്ലോ. ഇവർ കാണിച്ചത് തമ്മാടിത്തരായിപ്പോയി. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് തന്നെ ജീവിക്കാൻ പറ്റാത്തത്. അവർ നിങ്ങളെ നാളെ കൊല്ലും, മര്യാദയ്ക്ക് പൊയ്ക്കോന്ന് പറഞ്ഞിട്ട് വന്നോ? ഞങ്ങൾ പോകുന്നില്ല, ഞങ്ങൾ പോകില്ല. ചെറിയ കാര്യമാണോ? ചെറിയ സ്ഥലമാണോ ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറഞ്ഞ സ്ഥലത്തെക്കുറിച്ച് എന്താ നബി പറഞ്ഞത്? അതാ രസം. അതാ പറഞ്ഞത് ഇതൊക്കെ അതീതമായത്ത് തോന്നണമെന്നുണ്ടെങ്കിൽ എംഎൽഎ കൊണ്ടൊന്നും പറ്റൂല. അതൊക്കെ ഞങ്ങളെ വിളിച്ച് കുറച്ച് പൈസ താ, ഞങ്ങൾ പറഞ്ഞുതരാം. ഫ്രീ ആയിട്ടൊന്നും പറഞ്ഞുതരാൻ പറ്റൂല. കഷ്ടപ്പെട്ട് പഠിക്കുമ്പോൾ എന്താ അന്നെ വിലയുള്ള ട്യൂഷൻ എടുക്കാൻ പോകുമ്പോൾ പൈസ കൊടുക്കുമല്ലോ. 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ വന്ന് ക്ലാസ് എടുക്കുന്നതിന് പൈസ കൊടുക്കുമല്ലോ. അതെ, ഒരു സബ്ജക്റ്റിന് ഇത്ര മണിക്കൂറിന് ഇത്ര 1000 രൂപയാണ്. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഫലസ്തീനെ കുറിച്ച് കേൾക്കണോ? പറഞ്ഞുതരാൻ വെറുതെ പറ്റൂല. പൈസ തന്നാൽ നല്ലപോലെ പറഞ്ഞുതരാം. പഠിക്കണം ഫലസ്തീൻ. ഖുറാനിൽ പറഞ്ഞ വാക്ക, വെറുതെ അല്ലാതെ സംഭവം. പഠിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പേരെ സൂറത്ത് ബനി ഇസ്രായേൽ, ഇസ്രായേൽ എന്ന് അല്ലാഹു തആല സൂറത്ത് തന്നെ പേരിട്ടെന്നത് പറഞ്ഞ വാക്കെന്താ? ചെറിയ കാര്യമല്ല അത്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സാ അല്ലദീ ബാരക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. അല്ലാഹു പോലും പറഞ്ഞു ഖുർആനിൽ മസ്ജിദുൽ അഖ്സയെ കുറിച്ച്. അല്ലാഹു പോലും പറഞ്ഞു സുബ്ഹാൻ, എത്ര പരിശുദ്ധനാണ്, മഹോന്നതനാണ് അല്ലാഹ്. അല്ലദീ അവൻ അസ്റാ ബിഅബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാം
ഇലൽ മസ്ജിദിൽ അഖ്സാ. ഒരൊറ്റ രാത്രി കൊണ്ട് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് രാപ്രയാണം നടത്തിച്ച നാദാ, നീ മഹോന്നതനാണ്, ശ്രേഷ്ഠനാണ്, ഉത്കൃഷ്ടനാണ് റബ്ബേ. ഏതാണ് മസ്ജിദുൽ അഖ്സ? ഉണ്ടോ? മക്കയും മദീനയും ഒക്കെ പറഞ്ഞിട്ട് ഈ മസ്ജിദുൽ അഖ്സായ്ക്ക് വേണ്ടി സ്പെഷ്യൽ ഒരു കാര്യം കൊണ്ട് അള്ളാഹ് പറഞ്ഞു. അത് അവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. അവിടെ അള്ളാഹു ലൈലം മിനൽ മസ്ജിദുൽ ഹറാം എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ പറഞ്ഞത് മസ്ജിദുൽ അഖ്സ അല്ലദീ ബാറക്നാ ഹൗലഹു. ആ മസ്ജിദുൽ അഖ്സയുടെ പരിസരത്ത് നാം ബർക്കത്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ. ലിനുരിയഹു മിൻ ആയാതിനാ, നാം എന്തൊക്കെയാണ് അവിടെ ചെയ്തു വെച്ചതെന്ന് നിങ്ങൾക്ക് കാണണ്ടേ പ്രവാചകരെ. വാ വാ, അതിനാണ് നിങ്ങളെ ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞത്. ബാറക്നാ ഹൗലഹു, എന്റെ പരിസരത്ത് ഞാൻ ബർക്കത്ത് ചെയ്തിട്ടുണ്ടെന്ന്. ഏറ്റവും വലിയ ഇന്ധനം നിറഞ്ഞു കിടക്കുകയാണ് ഗസയുടെ മണ്ണിന്റെ അടിയിൽ. ഏറ്റവും വലിയ ഇന്ധനം. ലോകത്തെ ഏറ്റവും വലിയ സമ്പന്ന രാഷ്ട്രമായി ഗസ മാറും. ഇത് അവൻ മണത്തറിഞ്ഞു. അതാണ് ആ ഏരിയ അവന് പിടിച്ചെടുക്കണം. സംഭവം ചെറിയ കാര്യമല്ല ബീവേ. ഇത് ബാറക്കിന ബർക്കത്ത്. നമ്മളൊക്കെ ദുആ ചെയ്യുന്നതാ, അല്ലാഹു കച്ചവടത്തിൽ ബർക്കത്ത് തരണേ, സമ്പത്തിൽ ബർക്കത്ത് തരണേ, വീട്ടിൽ ബർക്കത്ത് തരണേ, കുടുംബത്തിൽ ബർക്കത്ത് തരണേ. ഈ ബർക്കത്ത് ബർക്കത്ത് എന്നൊക്കെയുള്ള വാക്കമല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത്. ബർക്കത്ത് വേണോ? എന്താ വേണോ? അപ്പൊ അല്ലാഹു തആല ബർക്കത്ത് ചെയ്ത സ്ഥലമാണ്. ബർക്കത്ത് ചെയ്ത സ്ഥലമാണ്. ബാറക്നാ അലൈഹി വഅലാ ഇസ്ഹാഖ്. ഉണ്ടോ? കേട്ടോണേ എങ്ങനെ ബർക്കത്ത്. ബാറക്നാ അലൈഹി വഅലാ ഇസ്ഹാഖ് വമിൻ ദുർരിയതിഹിമാ മുഹ്സിനുൻ വളാലിമുൻ ലിനഫ്സിഹി മുബീൻ. ആ സ്ഥലത്ത് പഹയന്മാരുണ്ട്. അതാ രസം. ബർക്കത്ത് ചെയ്ത സ്ഥലമാണ്. അവിടെ നല്ലവനുണ്ട്, മോശക്കാരനുണ്ട്. ഖുർആൻ പറഞ്ഞ വാക്കാണ്. ബാറക്നാ അലൈഹി വഅലാ ഇസ്ഹാഖ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ സന്താന പരമ്പര, യാക്കൂബ് നബിയുടെ സന്താന പരമ്പര, മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അവിടുത്തെ ആ പാരമ്പര്യത്തിന് ബർക്കത്തുണ്ട് എന്ന് അല്ലാഹു പറയുമ്പോ വമിൻ ദുർരിയതിഹിമാ മുഹ്സിനുൻ വളാലിമുൻ ലിനഫ്സിഹി മുബീൻ. യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിലും അവിടുത്തെ സന്താനങ്ങളിലും നല്ലവരുണ്ട്, മോശക്കാരനുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞ വാക്കാണ്. ബർക്കത്ത് ബർക്കത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹ് അവിടെ ബർക്കത്ത് ചെയ്തു. പക്ഷേ ആ ബർക്കത്ത് ചെയ്യപ്പെട്ട നാട്ടില് മോശക്കാരൻ കടന്നുകൂടിയിട്ടുണ്ട്. അല്ലാഹ് പറഞ്ഞ വാക്കാ ലിനഫ്സിഹി മുബീൻ. രണ്ട് വിഭാഗമുണ്ട്. അതുകൊണ്ടല്ലേ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, യാക്കൂബ് നബിയുടെ മകൻ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മുഹ്സിൻ നല്ലവനായിരുന്നു. പക്ഷേ മറ്റുള്ളവരോ ളാലിമുൻ ലിനഫ്സിഹി മുബീൻ, അവര് അനുസരണക്കേട് കാണിച്ചവരായിരുന്നു. രണ്ടു കൂട്ടരോടെ വന്നില്ലേ? രണ്ടു കൂട്ടരോടെ വന്നില്ലേ? സംഭവം രണ്ടു കൂട്ടരും അവിടെ വന്നില്ലേ? അതാണ് ചിന്തിക്കേണ്ടത്. മുഹ്സിനുൻ വളാലിമുൻ ലിനഫ്സിഹി മുബീൻ. അതുകൊണ്ട് ആ നാട്ടിൽ തന്നെയാണ് പ്രശ്നങ്ങൾ അല്ലാഹു തആല ഇറക്കിയത്. കണ്ടില്ലേ? ആ നാട്ടിൽ തന്നെ ആ ഇസ്രായേലിന്റെ ഭാഗം, ആ ഭാഗം, ഇതെല്ലാം ഒരു ചെറിയ ഷാം എന്നറിയപ്പെടുന്ന ആ ഒരു സ്ഥലമാണ്. അവിടെ നിന്ന് തന്നെ അവർ പുറപ്പെട്ടത് കണ്ടില്ലേ? അപ്പൊ അവർ നല്ലവരുണ്ട്, കെട്ടവരുണ്ട്. ബാറക്നാ ഹൗലഹു. ബഹുമാനപ്പെട്ട മൈമൂന റളിയല്ലാഹു തആല അൻഹ നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുകയാണ്, അഫ്തിനാ യാ റസൂലല്ലാഹ് ബിബൈത്തുൽ മഖ്ദിസ്. ബൈത്തുൽ മുഖദ്ദസ് എന്തെന്ന് ഞങ്ങൾക്കൊന്ന് അറിയിച്ചു തരൂ നബിയേ. ബൈത്തുൽ മുഖദ്ദസിന്റെ ചരിത്രമൊന്ന് പറഞ്ഞു തരൂ നബിയേ. ആ മണ്ണിന്റെ മാഹാത്മ്യം എന്തെന്ന് അറിയിച്ചു തരൂ ഹബീബേ. മൈമൂന റളിയല്ലാഹു തആല അൻഹാ നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറയുകയാണ്, വഹിയ അർളുൽ മഹ്ശരി വൽ മൻശരി.
എവിടെയാണ് മഹ്ശർ എന്ന് ചോദിച്ച ഒറ്റയടിക്ക് മറുപടി പറഞ്ഞോളി. എവിടെയാണ് നമ്മുടെ മഹ്ശറ? എവിടെയാണ് നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത്? വഹുവ അർളുൽ മഹ്ശരി വൽ മൻശരി, അത് നാളെ മഹ്ശറാണ്. വമിൻഹു യുഹ്ശറുൻ നാസ്, അവിടം കൊണ്ടാണ് ജനങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നതെന്ന് നബിയുനാ റസൂലുള്ളാഹി. കണ്ടോ? വഹുവ മആദുൻ അലാ ജമീഇ ഖൽഖിഹിം, എല്ലാവരുടെയും താവളമാണത്, മടക്ക സ്ഥലമാണത്. ആ സ്ഥലമാണ് വഹിയ മഹ്ബത്തുൽ മലായിക വ മഖറുൽ അംബിയാ, മാലാകമാർ ഇറങ്ങുന്ന മണ്ണാണ് കേട്ടോ. അമ്പിയാക്കൾ, മഹാന്മാരായ അമ്പിയാക്കൾ, ഔലിയാക്കൾ ഉറങ്ങുന്ന മണ്ണാണ് കേട്ടോ. മഹബത്തുൽ മലായിക, മലക്കൾ ഇറങ്ങുന്ന സ്ഥലമാണ്. ഇപ്പോഴും മലക്കൾ ഇറങ്ങുന്നുണ്ട് അവിടെ. അതുകൊണ്ടല്ലേ ഇവൻ ബൈനാക്കുലർ വെച്ച് ഇങ്ങനെ നോക്കുമ്പോൾ കണ്ടതെന്താ? അവിടെ കുട്ടികൾ കിടക്കുന്ന സ്ഥലം, അവിടെ ബോംബ് വെക്കണം തീരുമാനിക്കുമ്പോൾ അവിടെ എന്തോ ചില ജീവികൾ നിൽക്കുന്നത് പോലെ സഹിക്കുന്നില്ല. അവൻ പറയാ എനിക്ക് പറ്റില്ല, ഞാൻ അങ്ങോട്ട് പോവില്ല. ഇല്ലില്ല, ഞാൻ അങ്ങോട്ട് വിടുന്നില്ല, ഞാൻ അങ്ങോട്ട് പോവില്ല. മഹബത്തുൽ മലായിക, മലക്കൾ ഇറങ്ങുന്ന സ്ഥലമാണ്. മലക്കൾ ഇറങ്ങുന്ന സ്ഥലമാണ്. ചെറിയ കാര്യമല്ല കേട്ടോ, ചെറിയ കാര്യമല്ല. നമ്മളെന്താ വിചാരിച്ചേ? നമ്മളും കൂടെ ഒന്ന് നല്ലവരായിരുന്നെങ്കിൽ നമ്മുടെയൊക്കെ ദുആവൊക്കെ അങ്ങോട്ട് മിസൈൽ പോലെ പോയിട്ട് എല്ലാം തരിപ്പണാവുമായിരുന്നു. പക്ഷെ നമ്മൾ നന്നാവാതെ നമ്മുടെ ദുആക്ക് എന്ത് ഫായിദ? നമ്മുടെ ദുആ ശരിയാവണ്ടേ? നമ്മുടെ ദുആ അങ്ങോട്ട് പോകണ്ടേ, അങ്ങോട്ട് ഉയരണ്ടേ? നമ്മുടെ ദുആ സ്വീകരിക്കാതിരിക്കൂല. അങ്ങനെ ആരും നിരാശപ്പെടുന്നും വേണ്ട കേട്ടോ. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫറോവയ്ക്കെതിരെ, അവന്റെ ഇടങ്ങേറിനെതിരെ ദുആ ചെയ്തില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് മറുപടി പറഞ്ഞു, മൂസ നിന്റെ ദുആ ഞാൻ സ്വീകരിച്ചിരിക്കുകയാണ് കേട്ടോ. സ്വീകരിച്ചു. പ്രവാചകന്റെ ദുആയാണ്, എങ്ങനെയാണ് സ്വീകരിക്കാതിരിക്കുക? പക്ഷേ 40 വർഷത്തിന് ശേഷമാണ് ആ ദുആയുടെ പ്രതിഫലനം ആ മണ്ണിലേക്ക് ഇറങ്ങിയതെന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം. നിങ്ങൾ വിചാരിക്കും പള്ളിക്കുറ്റിയിൽ വന്ന് EP ഇന്ന് ദുആ ചെയ്യുമ്പോ നാളെ അവിടം തകർന്നരിപ്പണാകണം. നടക്കൂല കേട്ടോ. അങ്ങനെ ഏത് മിമ്പറിലും മിഹ്റാബിലും ദുആ ചെയ്താൽ നടക്കൂല. ഇതൊക്കെ മുദബ്ബിറുൽ ഉമൂറായ അല്ലാഹുവിനൊരു തീരുമാനമുണ്ട്. ആ തീരുമാനം വരാതെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കേട്ടോ. അതുകൊണ്ട് ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഫഇന്നഹു അർഹമുർ റഹീമീൻ. ദുആ ചെയ്തിട്ട് നിങ്ങൾ ആരും നിരാശരാകരുത് കേട്ടോ. എന്ത് വേണം? ചിലരൊക്കെ പറയാം അല്ലാഹ് ഒന്നും ഇല്ല ഉസ്താദേ, അല്ലാഹ് ഇസ്രായേലിയാരുടെ കൂടെയാണ്. ചില ആള് പറയും അവിടെ ഞങ്ങളവിടെ പള്ളി അല്ലാഹ് ഇസ്രായേലിയാരുടെ കൂടെ. അല്ലാഹ് ഇസ്രായേലുകാരുടെ കൂടെ അല്ലാഹാണ്, ജൂതന്റെ കൂടെ അല്ലാഹാണ്, നസ്രാനിയുടെയും കൂടെ അല്ലാഹാണ്, മുസ്ലിമിന്റെയും കൂടെ അല്ലാഹാണ്, മുനാഫിക്കിന്റെയും കൂടെ അല്ലാഹാണ്. പിന്നെ അല്ലാഹുടെയാണ്, എല്ലാവരുടെയും കൂടെ അല്ലാഹാണ്. ഇവർക്ക് ഇന്ന് അങ്ങോട്ട് ദുആ ആയിരുന്നു, അവിടെ ഒക്കെ ഒന്ന് പൊട്ടി തകർന്നൊന്ന് കണ്ടാ ഭയങ്കര സന്തോഷമായി പോന്നെ. ഹബീബെ, നമ്മളെക്കാട്ടിലും ദുഃഖവും വിഷമവും പ്രയാസവും ഉള്ളവനാ അല്ലാഹ്. നമ്മളെക്കാളും കരുണയുള്ളവനാ അല്ലാഹ്. നമുക്ക് ഒരു കരുണയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല 100 കരുണ ലോകത്ത് സൃഷ്ടിച്ചിട്ട് 99 കരുണ അവൻ പിടിച്ചു വെച്ചിട്ട് ഒരു കരുണയാണ് നമുക്ക് അല്ലാഹ് ഇട്ട് തന്നത്. ആ കരുണയാണ് നമ്മൾ ഇവിടെ നിന്ന് ഫലസ്തീനികൾ കൊണ്ട് ദ്വാരക്കുന്നത്. ഒരൊറ്റ കരുണ, ബാക്കി 99 കരുണ അല്ലാഹ്ക്കുള്ളതാണ്. അപ്പൊ മികച്ചു നിൽക്കുന്നത് ഏതാ? നിങ്ങൾ പറയും. നിങ്ങൾ മികച്ചു നിൽക്കുന്നത് ഏതാ? ഒന്ന് പറയും. അപ്പം അള്ളാഹു ആണോ ചെറിയവർ, നമ്മളാണോ ചെറിയവർ? പറഞ്ഞു, ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ദുആ ചെയ്തിട്ട് സ്വീകരിക്കുന്നില്ല, അള്ളാഹ് സ്വീകരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. നമ്മുടെ ദുആ അള്ളാഹു സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഇവരുടെ ഈ ആറ്റം ബോംബിന്റെ മുന്നിൽ ഈ ഗസയിലെ ഫലസ്തീനിലെ മക്കൾ പിടിച്ചു നിൽക്കുമായിരുന്നില്ല. അവിടെ മൊത്തം ഭസ്മമായി പോകുമായിരുന്നു. അത്രയ്ക്കും വലിയ ശക്തിയുള്ള ബോംബുകളാണ് അവർ വർഷിച്ചത്. എന്നിട്ടും ചിതൽ പുറ്റുപോലെ ഈ മയ്യത്തും എടുത്തിട്ട് ഓടുന്നത് മൊത്തം നമ്മൾ കാണുന്ന ചെറുപ്പക്കാരാ. 100 കണക്കിന് 1000 ചെറുപ്പക്കാരായി ഓടുന്നത്. നമ്മുടെ ദുആ കിട്ടാത്തത് അതിന്റെ സ്വീകരിക്കാത്തതിന്റെ ബർക്കത്താണോ? ദുആ സ്വീകരിച്ചത് കൊണ്ടല്ലേ? മഅദനിക്കൊക്കെ വേണ്ടി നമ്മൾ ദുആ ഇറക്കുന്നു എല്ലാവരും ഇതെന്താ അല്ലാഹ് സ്വീകരിക്കാതെ? അദ്ദേഹം സ്വീകരിച്ചത് കൊണ്ടല്ലേ വർഷങ്ങളായിട്ടും സ്വന്തം നാട്ടിൽ തിരിച്ചു വന്ന്
പഴയ സലാത്തും ചൊല്ലി പഴയ പാരമ്പര്യത്തോടെ മടങ്ങി വന്ന് ആ സുഖമില്ലാതിരുന്ന് 50 ലക്ഷം 60 ലക്ഷം രൂപ പിരിക്കണമെങ്കിൽ അല്ലാഹു തആല ഈ ദുആ സ്വീകരിച്ച് അദ്ദേഹത്തിനൊരു ആഫിയത്തുണ്ടല്ലേ. നമ്മൾ പറയും ഇന്നിപ്പം നമ്മുടെ ദുആ ആയിരുന്നു, നാളെ മോചിച്ച് ഫ്രണ്ട് പേജിൽ കാണുന്ന മോചിതനായി. അങ്ങനെ ഒന്നും അല്ല അതിൻ്റെ അർത്ഥം. ദുആ നമ്മൾ മനസ്സിലാക്കണം, അതിനുള്ള ആഫിയത്ത് കിട്ടിയില്ല. മരിച്ചു ആശുപത്രിക്കാരെ എഴുതി തള്ളി എല്ലാം മരിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ദുആരക്കുന്നു, ഓരോരുത്തർ ദുആരക്കുന്നു. അള്ളാഹു ആഫിയത്തോടു കൂടി സ്വന്തം മണ്ണിൽ കൊണ്ടുവന്നില്ലേ പടച്ചവൻ. അത് ആയിരങ്ങൾ 10,000ങ്ങളുടെ മുന്നിൽ അണിനിരന്നില്ലേ. പഴയ ആ പാരമ്പര്യം വീണ്ടെടുത്തിട്ട് ലക്ഷങ്ങൾ പിരിച്ചില്ല. നിമിഷ നേരം കൊണ്ട് നമ്മുടെ കുടൽ വെളിച്ചാടിയാൽ നിങ്ങൾ 10,000 രൂപ തരുവോ? മൊത്തം പൊട്ടി പഞ്ചറായി പോയാൽ പോലും 1,000 രൂപയ്ക്ക് വേണ്ടി 2 കരൾ സമ്മാനിക്കണം. എന്നാ പോലും ഇളകൂല. നിമിഷ നേരം കൊണ്ട് അങ്ങനെ പതുക്കെ ഇരുന്ന് 2 സലാത്തും ചൊല്ലി 50-60 ലക്ഷം രൂപ, 1/2 കോടി രൂപ പിരിച്ചെടുത്തെങ്കിൽ അല്ലാഹു തആല നമ്മുടെ ഒക്കെ ദുആ സ്വീകരിച്ചതിന്റെ ബർക്കത്താണ് നമ്മൾ മനസ്സിലാക്കണത്. നിങ്ങൾ എന്തപ്പോ അങ്ങനെ വിചാരിക്കും നമ്മുടെ ദുആ സ്വീകരിക്കൂല എന്ന്? തീർച്ചയായിട്ടും ദുആ സ്വീകരിക്കും. അൽഹംദുലില്ലാഹ്, തീർച്ചയായും ദുആ സ്വീകരിക്കും. നിങ്ങൾ എന്താ ഒന്ന് കരുതാത്ത? 40 പ്രവാചകന്മാരെ ഒരു ദിവസം കൊന്നവരാ ഇസ്രായേലികള്. 40 പ്രവാചകരെ ഒറ്റ ദിവസം കൊണ്ട് തട്ടി, ഒറ്റ ദിവസം കൊണ്ട്. ആരെ? സാധാ മൊയ്ലിയന്മാരെ മോദിമാരെ ഒന്നും അല്ല, മോദിനെ ഹത്തീവിനെ മുസ്ലിയാരെ ഒന്നുമല്ല, പ്രവാചകന്മാരെ, അമ്പിയാക്കളെ പ്രവാചകന്മാരെ ഒറ്റ ദിവസം കൊണ്ട് 40 പേരെ, മൊത്തം 71 പേരെ കൊന്നളഞ്ഞു. എന്നിട്ട് വല്ലതും സംഭവിച്ചോ അവന്മാർക്ക്? അവ പ്രവാചകന്മാർ ആരെങ്കിലും നിരാശപ്പെട്ടോ? അല്ലാ, ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കാത്തത് എന്തേ അല്ലാ എന്ന് ഏതെങ്കിലും ഒരു പ്രവാചകൻ പറഞ്ഞതായിട്ട് കാണാൻ കഴിയോ? പറഞ്ഞു സുഹൃത്തുക്കളെ, പറഞ്ഞില്ല. അതൊക്കെ അള്ളാഹ്ക്കൊരു തർത്തീബുണ്ട്. ആ തർത്തീബിലെ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ പണിയെടുക്കുകയും പടച്ചോ അവന്റെ പണിയെടുത്തു. അതാണ് അതിന്റെ അർത്ഥം. നമ്മൾ നമ്മുടെ പണിയെടുക്കുക. നമ്മളിവിടെ നിസ്കരിച്ചോ? നീ ഇന്ന് സുബഹിസ്കരിച്ചോ? അങ്ങനെ കഴിവുണ്ടെങ്കിൽ തഹജ്ജുദ് നിസ്കരിച്ചോ? രാത്രി ഇവർക്ക് വേണ്ടി 2 റക്അത്ത് എഴുന്നേറ്റ് തഹജ്ജുദ് നമസ്കരിച്ചിട്ട് ഒരു നോമ്പ്, സുന്നത്തായ നോമ്പ് പിടിച്ചിട്ട് ഖുർആനിന്റെ കുറച്ച് ആയത്തുകൾ ഓതിയിട്ട് പൊട്ടിക്കരഞ്ഞ് ആ മക്കൾക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യാൻ തയ്യാറായിട്ടുണ്ടോ? അതിനൊരു തീരുമാനം എടുത്തിട്ടുണ്ടോ? അതില്ല. അത് വയ്യ. സുബഹിസ്കരിച്ചിട്ടില്ല, മൂത്രമൊഴിച്ചിട്ട് കഴിയിട്ടില്ല, കാളയപ്പല അവിടെ സൈഡിൽ പോയിരുന്ന് സിബൂരിട്ട് അടിച്ചു തള്ളാണ്. എന്നിട്ട് തല്ലിക്കുളഞ്ഞ് അതിനകത്തോട്ടിട്ടിട്ട് വീണ്ടും ഓരോ മുക്കിനും ഓരോ തുള്ളി മൂത്രം പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. സംഭവം ഭയങ്കര ഫലസ്തീൻ. ഇതൊന്നും വൃത്തിയായിട്ടില്ല, റാഹത്തായിട്ടില്ല. നമ്മളൊന്നും ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. നിങ്ങൾ മാറാതെ, നിങ്ങളുടെ സംസ്കാരം മാറാതെ അല്ലാഹു ഒരു വിഭാഗത്തെ മാറ്റുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുകയേ വേണ്ട കേട്ടോ. ആദ്യം നമ്മളങ്ങോട്ട് നന്നാവും. നമ്മൾ നന്നാവ്. അല്ലാഹ് ഫത്ഹാക്കി നമ്മുടെ കൈ തരുമെന്ന് ഖിയാമത്തിന്റെ അടയാളവുമായി ബന്ധപ്പെടുത്തി നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലേ, സഹാബത്തെ എഴുതിക്കോ, 6 കാര്യങ്ങൾ എഴുതിക്കോ എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു ലോകാവസാനത്തിന്റെ അടയാളമാ. 1 മൗത്തി, എന്റെ മരണം ലോകാവസാനത്തിന്റെ അടയാളമാണ് കേട്ടോ. 2 ഫത്ഹു ബൈത്തുൽ മഖ്ദിസ്, ബൈത്തുൽ മുഖദ്ദസിന്റെ മോചനം ലോകാവസാനത്തിന്റെ അടയാളമാണ്. ലോകാവസാനത്തിന്റെ അടയാളം ബൈത്തുൽ മുഖദ്ദസ് മോചിപ്പിക്കും. നബിതങ്ങളുടെ കാലഘട്ടത്തിലായിരുന്നില്ല, ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആലയുടെ കാലഘട്ടത്തിൽ മോചിപ്പിച്ചു. അതിനുശേഷം സലാഹുദ്ദീൻ അയ്യൂബിയുടെ കാലഘട്ടത്തിൽ മോചിപ്പിച്ചു. ഇനി ഒരിക്കൽ കൂടി ബൈത്തുൽ മുഖദ്ദസ് മോചിപ്പിക്കപ്പെടും. അതോടുകൂടി ലോകാവസാനത്തിന്റെ അടയാളമാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അത് ലോകാവസാനത്തിന്റെ അടയാളമാണ്. ഒരിക്കൽ കൂടി ബൈത്തുൽ മുഖദ്ദസ് മോചിപ്പിക്കപ്പെടും. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, ബാരക്നാ ഹൗല, അവിടെയൊക്കെ ബർക്കത്ത് നാം ചെയ്തിട്ടുണ്ടെന്ന് അല്ലാഹ് പറഞ്ഞത് വെറുതെ അല്ല കേട്ടോ, വെറുതെ അല്ല. ഭയങ്കര അഹങ്കാരികളായിരുന്നു ഇസ്രായേലികൾ, ഭയങ്കര അഹങ്കാരികൾ. അന്നത്തെ കാലത്തെ സംഭവം പറയാണ് ഞാൻ, അന്നത്തെ കാലത്തെ കാര്യം പറയാം, ഇപ്പോഴത്തെ അല്ല കേട്ടോ. ഈ ലൈവും ഇതൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളിപ്പോൾ അവർ വിചാരിക്കും ഇപ്പോൾ ഇവിടെ കിടന്ന് പറയാം, നല്ല പ്രശ്നമാണ്. ഇവന്മാർക്ക് കുഴപ്പമില്ല, നമ്മളെ പിടിച്ച് പോലെ ചോദ്യം ചെയ്ത് എന്ത് ചെയ്യും? ഇതല്ലേ ഇപ്പോൾ പ്രശ്നം. നമ്മൾ എൻ്റെ പേര് പറഞ്ഞു കൊടുക്കുക, അല്ല മാത്രമല്ല അവിടെ കിടന്ന് എനിക്കെതിരെ ദ്വാരക്കും. അതല്ലേ ഈ പ്രശ്നമോ? ഇതല്ലേ ഇവരിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കില്ലേ? ഇപ്പോൾ ദ്വാരക്കരുന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? ഖുർആനിലെ ബനീ ഇസ്രായേലിന്റെ സംഭവം നമ്മൾ പറയുന്നത് കേട്ടോ. ഖുർആനിലെ ബനീ ഇസ്രായേൽ അള്ളാഹു ബർക്കത്ത് എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല.
ബർക്കത്ത് ചെയ്തു, ഒരുപാട് ബർക്കത്ത് ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ബൈത്തുൽ മുഖദ്ദസിന് അല്ലാഹു എത്ര പേര് കൊടുത്തിട്ടുണ്ടെന്ന് അറിയാവോ? അർളെ മുഖദ്ദസ എന്ന് പേരിട്ടിട്ടുണ്ട്. ഇത് അല്ലാഹ് ഇട്ട പേരാണ്, നമ്മൾ ചിന്തിക്കണം. എന്നിട്ട് അല്ലാഹ് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ കയ്യിൽ ഞാനത്, നിങ്ങളുടെ കൈവെള്ളയിൽ ഞാൻ ഇട്ട് തരാം, നിങ്ങൾ അങ്ങോട്ട് കയറിപ്പോടാ, കയറിപ്പോ അങ്ങോട്ട് എന്ന് അല്ലാഹ് പറഞ്ഞിട്ട് ഈ പഹയന്മാർ കയറിപ്പോയില്ല. അതല്ലേ പ്രശ്നം. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെ നടന്നിട്ട് 40 വർഷം യതീഹൂന ഫിൽ അർളി 40 സന, 40 വർഷം മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ. എന്നാൽ മൂസ നബിയെ എങ്കിലും ഒന്ന് ബൈത്തുൽ മുഖദ്ദസിലോട്ട് വിട്ടില്ല. പഹയന്മാര് വിട്ടില്ല. ഇസ്രായേലികളെ, അന്നത്തെ മൂസ നബിയുടെ അനുയായികൾ വിട്ടില്ല. ബനു ഇസ്രായേലികൾ അങ്ങോട്ടേക്ക് വിട്ടില്ല 30 ദിവസം. എന്നിട്ട് പറഞ്ഞോടോ, നിങ്ങൾ ഒന്നും ചെയ്യണ്ട, നിങ്ങൾ ഒരു ജോലിക്കും പോകണ്ട, ഈ അള്ളാഹുവിൻ്റെ ഗ്രന്ഥം, ഈ തൗറാത്ത് ഞാൻ നിങ്ങൾക്കൊന്ന് പഠിപ്പിച്ചു തരാം, നിങ്ങൾ അതൊന്ന് പഠിക്കുക, നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട. 30 വർഷം നിങ്ങൾക്കുള്ള ചാപ്പടക്ക് ആ 3 സമയത്തോ 5 സമയത്തോ ഞാൻ അങ്ങോട്ട് എത്തിച്ചേരാം. 30 വർഷം നോൺ വെജ് തിന്ന് ജീവിച്ചവന്മാരാണ് ഇസ്രായേലികൾ. 30 വർഷം ഒരു കൊളസ്ട്രോളും ഇല്ല, ഒരു ഷുഗറും ഇല്ല, ഒരു പ്രഷറും ഇല്ല, ഹാർട്ടിനും കുഴപ്പമില്ല, കിഡ്നിക്കും കുഴപ്പമില്ല. നമ്മളൊരു കിലോ പോത്തിറച്ചി മേടിച്ചാൽ അവിടെ കുഴപ്പം, ഇവിടെ കുഴപ്പം, അവിടെ വീർത്ത്, ഇവിടെ വീർത്ത്, നടക്കാൻ വയ്യ, എഴുന്നേക്കാൻ വയ്യ. 30 വർഷം മന്ന് സൽവ. വളല്ലല്ലാ അലൈഹിമുൽ ഗമാം വഅൻസൽനാ അലൈഹിമുൽ മന്ന വസ്സൽവാ. കാടക്കോഴിയുടെ ഇറച്ചിയും കട്ടിത്തേനും. മന്ന സൽവ എന്ന് പറഞ്ഞതാണ് അർത്ഥം. കാടക്കോഴിയുടെ ഇറച്ചിയും കട്ടിത്തേനും 30 വർഷം അവർ തിന്നു. 30 വർഷം തിന്നു. ഈ തൗറാത്തൊന്ന് പഠിക്കെന്ന് പറഞ്ഞിട്ട് അമ്മര് കിട്ടില്ല. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ പരിശുദ്ധമായ മണ്ണ്, മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞു, നാദാ, ഇവമാര് നന്നാവുമെന്ന് എനിക്കൊരു പ്രതീക്ഷയുമില്ല റബ്ബേ. ഫഫ്റുഖ് ബൈനി വബൈനഹും, എന്നെയും അവരെയും രണ്ടുപേരെയും 2 പാത്രമാക്കണേ അല്ലാ. നന്നാവൂല, എന്നെ തല്ലണ്ട അമ്മാവാ, ഞാൻ നന്നാവൂല. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാ, യാ ഖൗമി ഉദ്ഖുലുൽ അർളൽ മുഖദ്ദസതല്ലതി കതബല്ലാഹു ലക്കും. യാ ഖൗമി ഉദ്ഖുലുൽ അർളൽ മുഖദ്ദസ, അർളെ മുഖദ്ദസയിലേക്ക് സമുദായമേ നിങ്ങൾ പ്രവേശിക്കണം കേട്ടോ. അല്ലതി കതബല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് തുറന്നു തന്നിരിക്കുകയാണ്. അല്ലാഹു നിങ്ങൾക്കത് വിജയിപ്പിച്ച് തരാമെന്ന് ഇതാ വഅദ ചെയ്തിരിക്കുകയാ. ആ മുബാറക്കായ അർളെ മുഖദ്ദസിലേക്ക് നിങ്ങൾ പ്രവേശിക്കണേ. മൂസ നബി അനുയായികളോട് പറഞ്ഞു, യാ ഖൗമി ഉദ്ഖുലുൽ അർളൽ മുഖദ്ദസതല്ലതി കതബല്ലാഹു ലക്കും. ആ വാക്ക് എഴുതി വെച്ചോളി, കതബല്ലാഹു ലക്കും. നിങ്ങൾക്ക് അല്ലാഹു തആല അത് സ്വന്തമാക്കി തരും. അല്ലാഹ് പറഞ്ഞ വാക്കാണ്, കതബല്ലാഹു ലക്കും. വലാ തർതദു അലാ അദ്ബാരിഹാ ഫതൻഖലിബൂ ഖാസിരീൻ. പുറകോട്ട് പോകരുത് കേട്ടോ, അങ്ങോട്ട് തന്നെ നിങ്ങൾ പ്രവേശിച്ചോ, അങ്ങോട്ട് തന്നെ നിങ്ങൾ പ്രവേശിച്ചോ. നിങ്ങൾ പ്രവേശിച്ചാൽ ഇന്ന് ബൈത്തുൽ മുഖദ്ദസ് ആരാണോ കൈക്കലാക്കിയിരിക്കുന്നത്, നിങ്ങളെ കണ്ടിട്ട് അവര് പേടിച്ചോടുകയും നിങ്ങൾക്കതിൻ്റെ ചാവി ലഭിക്കുകയും ചെയ്യുമെന്ന് അല്ലാഹു മൂസ നബിയിലൂടെ അവർക്ക് അറിയിച്ചു കൊടുത്തിട്ട് അവര് പറഞ്ഞ വാക്കെന്തെന്നറിയുവോ? യാ മൂസ ഇന്നാ ലൻ നദ്ഖുലഹാ أبدا ما داموا فيها يا موسى إنا لن ندخلها وإن فيها قوما جبارين. മൂസ, അവിടെ ഏതോ ചില ശക്തികളുണ്ട് മൂസ, അങ്ങോട്ടേക്ക് ഞങ്ങൾ പ്രവേശിക്കൂല മൂസ, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം. ഫദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ ഇന്നാ ഹാഹുനാ ഖാഇദൂൻ. ഞങ്ങൾ ഇവിടെ ഇരിക്കാം, നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്ത് ബൈത്തുൽ മുഖദ്ദസ് മോചിപ്പിച്ചോണ്ട് വാ, ഞങ്ങളിവിടെ സുഖലോലുപരായിരുന്നോളാം. ഇല്ല,
ഹായമാര് പോയില്ല, മോചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടിട്ട് അവർ പോയില്ല. അവിടെ ഇസ്രായേലികൾ യാ ഖൗമി ഇന്നാ ലൻ നദ്ഖുലഹാ അബദൻ മാ ദാമു ഫീഹാ ഫദ്ഹബ് അൻത വറബ്ബുക ഫഖാതില ഇന്നഹാ ഹുനാ ഖാഇദൂൻ. പോയിക്കോ, നീയും പോയിക്കോ, നിന്റെ റബ്ബും പോയിക്കോ, ഞങ്ങൾ ഇവിടെ ഇരിക്കാം, ഞങ്ങളെ കൊണ്ടൊന്നും വരാൻ പറ്റും, നീ പോയി യുദ്ധം ചെയ്യ്, പോ. മൂസാ നബിയുടെ അനുയായികൾ പറഞ്ഞ കേട്ടില്ല. അനുസരണ ഇല്ലാത്ത വർഗം എന്ന് പറഞ്ഞാൽ ഈ വർഗം അനുസരണ ഇല്ലാത്ത വർഗമാണ്. ഒരു മനുഷ്യനെ ഈ ഭൂമിയുടെ മുകളിൽ അനുസരിക്കൂല. ഇവിടെ പശുവിനെ ഇറക്കാൻ പറഞ്ഞപ്പോഴേ ഈ മനൂസലോടല്ലേ പറഞ്ഞത് പശുവിനെ ഇറക്കാൻ. ഒരാൾ മരിച്ചുപോയി, അയാളെ കാതുകനെ കണ്ടുപിടിക്കണം താൻ, ഒരു പശുവിനെ ഇറക്കും. പശുവിനെ അറുത്തിട്ട് അതിന്റെ തോലെടുത്ത് അങ്ങോട്ട് അടിച്ചാൽ അയാൾക്ക് ജീവൻ കിട്ടുള്ളൂ. പറയും ആരാ കൊന്നേന്ന്, അത്രേ ഉള്ളൂ, പെട്ടെന്ന് പണി തീരും. ഏത് പശു, എങ്ങനത്തെ പശു, കളർ എന്താണ്, നാളെന്താണ്, പേരെന്താണ്, ഊരേതാണ്, കമ്പത്തുനിന്ന് കൊണ്ടുവരണോ, കുമളിയിൽ നിന്ന് കൊണ്ടുവരണോ, ബെല്ലാരിയിൽ നിന്ന് കൊണ്ടുവരണോ, എവിടെ നിന്നുള്ള സാധനമാണ്. യാ അല്ലാഹ്, ഈ പൊട്ടന്മാരുടെ മുന്നിൽ എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കുക. മൂസാ നബി അലൈഹി സ്വലാം എന്ത് ത്യാഗം സഹിച്ചെന്ന് ആലോചിച്ചു. ഒരു പ്രവാചകനാണ്, ഒരു പ്രവാചകൻ്റെ ആണ്, എന്ത് ത്യാഗം അനുഭവിച്ചു. ഇപ്പൊ ഈ പാവപ്പെട്ടവർ എന്ത് ത്യാഗം അനുഭവിക്കുന്നു ഇവരെ കൊണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ മൂസാ നബി എന്ത് ത്യാഗം അനുഭവിച്ചിട്ടുണ്ടാകും, എന്ത് ത്യാഗം അനുഭവിച്ചിട്ടുണ്ടാകും. ആദരവായ റസൂലുള്ളാഹി തങ്ങളുടെ അനുയായികളായ സഹാബാക്കളെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞത് അസ്ഹാബീ കന്നുജൂം ബിഅയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും. എൻ്റെ സഹാബാക്കൾ, എൻ്റെ സമുദായം, എൻ്റെ അനുചരന്മാർ നക്ഷത്ര തുല്യരാണ് കേട്ടോ. അവരെ നിങ്ങൾ പിൻപറ്റണേ, നിങ്ങൾ വിജയം പ്രാപിച്ചേക്കാം. ആദരവായ റസൂലുള്ളാഹി നമ്മളെ കുറിച്ച് അങ്ങനെ പറഞ്ഞെങ്കിൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തെ അനുയായികളെ കുറിച്ച് പറഞ്ഞത് ഖൗമുൻ തജ്ഹലൂ, വിവരമില്ലാത്ത വർഗമാണ് പടച്ചവനെ. പറഞ്ഞ വാക്ക വിവരമില്ലാത്തവന്മാരാ. അല്ലാഹ് നബിതങ്ങൾ 23 വർഷം പണിയെടുത്തതേ ഉള്ളൂ. നമ്മളെ കുറിച്ച് പറഞ്ഞത് അസ്ഹാബീ കന്നുജൂം, എൻ്റെ സഹാബാക്കൾ നക്ഷത്ര തുല്യരാണ്. 30 വർഷം പണിയെടുത്ത മൂസാ നബി അനുയായികളെ കുറിച്ച് പറഞ്ഞത് വിവരമില്ലാത്തവന്മാരാണ്. ഇനി പഠിച്ചാൽ മതിയല്ലോ, ഇനി മനസ്സിലാക്കാലോ, ഇനി കൂടുതൽ താരീഖിന്റെ ആവശ്യമില്ലല്ലോ. അല്ല പറഞ്ഞത്. എന്നിട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, യാ അല്ലാഹ് ഫഫ്റുഖ് ബൈനി വബൈനഹു, എന്നെ അങ്ങ് ഒഴിവാക്കിയാരെ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ റൂഹിനെ പിടിക്കാൻ മലക്കുൽ മൗത്ത് വന്നു. മലക്കുൽ മൗത്ത് വരുമ്പോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, എന്നെ ഇതുവരയ്ക്കും ബൈത്തുൽ മുഖദ്ദസ് ഇപ്പൊ അനുവദിച്ചിട്ടില്ല. എന്നെ എങ്ങാണ് നീ റൂഹ് പിടിച്ചാൽ ശരിയാക്കി കളയും. ഒരൊറ്റ അടി കൊടുത്ത് കാണലാണ് പൊട്ടിത്തെറിച്ചു പോയി മലക്കുൽ മൗത്തിന്റെ. ഇത്ര നാൾ കിടന്ന് കഷ്ടപ്പെട്ട് വന്നിട്ട് കിബിത്തിയെ ഒറ്റയടിക്ക് കൊന്നാളാ മൂസാ നബി, ഒറ്റയടിക്ക് കൊന്നാളാ. ആളൊരു സാധനം തന്നെയാണ്, ചെറിയ സാധനം അല്ല അത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബഹുമാനപ്പെട്ട മലക്കുൽ മൗത്തിന്റെ കണ്ണടിച്ചു പൊട്ടിച്ചു. പെട്ടെന്ന് മലക്കുൽ മൗത്ത് ഓടിപ്പോ അല്ലാതെ തന്നെ മരിക്കാൻ താല്പര്യമില്ലാത്ത ചങ്ങാതി എടുത്ത് എന്നെ എന്തിനാ അല്ലാഹ് നീ റൂഹ് പിടിക്കാൻ പറ്റത്? ഞാൻ വേറെ എത്രയോ പേരുണ്ട്, അവരെ പോയി പിടിച്ചോടെ. എൻ്റെ കണ്ണെല്ലാം അടിച്ചു പൊട്ടിച്ച് ഇനി ഞാനിനി അവിടെ പോയി നോക്കാൻ. ഉടനെ അല്ലാഹു തആല കണ്ണ് ശിഫയാക്കി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, പോയി മൂസാ നബിയോട് പറ, അവൻ്റെ കൈയെടുത്തൊരു മൃഗത്തിന്റെ മുകളിൽ വെക്കാൻ പറ, കൈവെള്ള. അങ്ങനെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ എത്ര രോമങ്ങളുണ്ടോ ഒരു രോമത്തിന് 1 വർഷം വെച്ച് കണക്ക് കൂട്ടിക്കോ. അത്രയും രോമങ്ങൾ ജീവിച്ചു, അതുവരയ്ക്കും അവൻ ജീവിച്ചോട്ടെ. 5000 രോമങ്ങൾ ഉണ്ടെങ്കിൽ 5000 വർഷം ജീവിക്കാൻ അനുവാദം കൊടുത്തു. പോയി പറ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കിലേക്ക് വന്നു. അള്ളാഹ് ഇങ്ങനെയാണ് പറഞ്ഞു വിട്ടത്, നിങ്ങളുടെ കൈയെടുത്ത് ഒരു മൃഗത്തിന്റെ മുകളിൽ വെച്ചോളി, അതിനകത്ത് എത്ര രോമമുണ്ടോ എണ്ണിക്കോളിൽ, 1 രോമത്തിന് 1 വർഷം, അതുവരേക്കും നിങ്ങൾ ജീവിക്കാം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, അത് കഴിഞ്ഞിട്ടോ? അതുകൊണ്ട് ഞാൻ റൂഹ് പിടിക്കാൻ വരും. അപ്പോഴും റൂഹ് പിടിക്കുമല്ലേ? അത് പിടിക്കും. എന്നാ പിന്നെ ഇപ്പോഴേ പിടിച്ചു, അതാ നല്ലത്. വെറുതെ എന്തിനാ 5000 വർഷം? പക്ഷെ ഒരു ഡിമാൻഡ്, ഞാൻ ഇത്രയും വർഷം ഇവിടെ ഇവമാരോടൊപ്പം മല്ലടിച്ചിട്ട് ബൈത്തുൽ മുഖദ്ദസിൽ പോകാൻ എനിക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ബൈത്തുൽ മുഖദ്ദസിൽ കൊണ്ടുപോയിട്ടേ വേണം എന്റെ റൂഹിനെ പിടിക്കാൻ. അങ്ങനെ ബൈത്തുൽ മുഖദ്ദസിൽ കൊണ്ടുപോയി ഖബറ് കുഴിക്കുന്നു, മലക്കുകൾ ഖബറ് കുഴിക്കുന്നു. ഉടനെ മൂസാ നബി ചോദിച്ചു, എന്തിനാണിത്? നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. വേണമെങ്കിൽ ഈ ഖബറിൽ മലക്കുകളാണ് ഖബറ് കുഴിച്ചത്. ഈ ഖബറിൽ ഇറങ്ങിക്കിടന്ന് നോക്കിയാൽ നിങ്ങൾക്ക് സ്വർഗത്തിന്റെ അനുഭൂതികൾ കണ്ടാസ്വദിക്കാൻ കഴിയും. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി കിടന്നുകൊണ്ട് സ്വർഗത്തിന്റെ രസാനുഭൂതികൾ കണ്ടു. ബാറക്കന ഹൗല, ചെറിയ കാര്യമല്ല.
പിന്നെ മൂസാ നബി പറഞ്ഞു, നീ ഇനി പിടിച്ചോളി, ഞാൻ ഈ അനുഗ്രഹങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു, ഇനി നിനക്ക് എൻ്റെ റൂഹിനെ പിടിക്കാം. ബാറക്കന ഹൗല. സ്വർഗം കാണാൻ പറ്റി. സ്വർഗം മഹ്ശറ, ലക്ഷോപലക്ഷം ശുഹദാക്കൾ ഉറങ്ങുന്ന സ്ഥലം. വമിൻഹു യുഹ്ശറുന്നാസ്, അവിടെ നിന്നാണ് ജനങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അവിടെ അത്രയ്ക്കും അടക്കം ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നല്ലേ ഹദീസിൽ വന്നത്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മൈമൂന ബീവി നബി തങ്ങളോട് ചോദിച്ചത്, യാ റസൂലല്ലാഹ്, ബൈത്തുൽ മുഖദ്ദസിനെ കുറിച്ച് പറഞ്ഞതാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അവിടേക്ക് പോയി 2 റക്അത്ത് നമസ്കരിക്കണം കേട്ടോ. ബൈത്തുൽ മുഖദ്ദസിൽ പോയി 2 റക്അത്ത് നമസ്കരിക്കണം. ഇന്നത്തെ സാഹചര്യത്തിൽ നമസ്കരിക്കാൻ കഴിയില്ല എങ്കിലോ, ഇന്നല്ല അന്ന് മൈമൂന റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ നബി തങ്ങളോട്, ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോകാൻ കഴിയില്ലെങ്കിലോ നബിയെ, ഞങ്ങൾ എന്ത് ചെയ്യണം? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അവിടേക്ക് നിങ്ങൾ ഒരു വിളക്ക് വാങ്ങി കൊടുക്കണേ, ആ വിളക്ക് കത്തിക്കാനുള്ള എണ്ണ വാങ്ങി കൊടുക്കണേ. അങ്ങനെ ആരെങ്കിലും ആ ബൈത്തുൽ മുഖദ്ദസിലേക്ക് വിളക്ക് വാങ്ങി കൊടുക്കുകയോ എണ്ണ വാങ്ങി കൊടുക്കുകയോ ചെയ്താൽ കാന കമൻ സ്വല്ലാ ഫീഹി, അവർ ആ ബൈത്തുൽ മുഖദ്ദസിൽ നമസ്കരിച്ചവരെ പോലെയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി പോലെയാണ്. ബൈത്തുൽ മുഖദ്ദസിലേക്ക് സഹായം ചെയ്തു കൊടുത്താൽ ബൈത്തുൽ മുഖദ്ദസിൽ നമ്മൾ നമസ്കരിച്ചവരെ പോലെയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ അവിടേക്ക് നമ്മൾ സഹായം ചെയ്താൽ നമുക്ക് സ്കരിച്ചതിന്റെ കൂലി കിട്ടും. അതുകൊണ്ട് വെറുതെ അല്ല നമ്മുടെ ഈ ഐക്യദാർഢ്യവും ഈ ദുആയും ഒന്നും വെറുതെ അല്ല, ആ ബൈത്തുൽ മുഖദ്ദസിന്റെ മോചനമാണ്. അതുകൊണ്ട് നമ്മൾ അവിടെ നമസ്കരിച്ചതിന്റെ ഈ പരിശ്രമത്തിന്റെ ഫലം നമുക്ക് അവിടെ നമസ്കരിച്ചതിന്റെ പ്രതിഫലമായി കിട്ടും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർളെ മുഖദ്ദസയാണ്, സ്വർഗമാണ്. ഹൂറിലിങ്ങളെ അള്ളാഹുവിന്റെ റസൂൽ കണ്ട സ്ഥലമാണ്. അതൊക്കെ ഒരുപാട് വിശദീകരിക്കുമ്പോൾ സമയമൊന്നുമില്ല, നിർത്താൻ പോവാണ്. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം വാദി നംല് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ബൈത്തുൽ മുഖദ്ദസ്. വാദി നംല്. ഹത്താ ഇദാ അതൗ അലാ വാദി നംല് قالت نملة يا أيها النمل ادخلوا مساكنكم لا يحطمنكم سليمان وجنوده وهم لا يشعرون حتى إذا أتوا على واد النمل. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പരിവാരങ്ങളും വാദിൻ നംലിലേക്ക് എത്തിയപ്പോ, എറുമ്പിന്റെ കൂട്ടം അവിടേക്ക് എത്തി. സുലൈമാൻ നബി എത്തിയപ്പോ എറുമ്പ് പറഞ്ഞിട്ട് സംസാരിക്കുന്ന മറ്റുള്ളവരോട്, ഏയ് സുലൈമാനും ആ പരിവാരങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ, നിങ്ങളൊക്കെ മാളത്തി ഒളിച്ചോളി, അല്ലെങ്കിൽ നിങ്ങളെയൊക്കെ ചവിട്ടി ഇപ്പൊ കൊന്നോളയും, എല്ലാ അകത്ത് കയറിക്കും അലകത്ത്. ഇത് കേട്ട് സുലൈമാൻ നബി ഫതബസ്സമ ളാഹികം മിൻ ഖൗലിഹാ, ഈ എറുമ്പിന്റെ സംസാരം കേട്ടിട്ട് സുലൈമാൻ നബി ചിരിക്കുകയാണ്, സന്തോഷിക്കുകയാണ്. قال ربي أوزعني أن أشكر نعمتك التي أنعمت علي وعلى والدي وأن أعمل صالحا ترضاه وأدخلني برحمتك في عبادك الصالحين. അല്ലാഹ്, നീ എനിക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ, എൻ്റെ ഉപ്പാക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ, നിനക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള പ്രചോദനം നൽകണമേ അല്ലാഹ്. മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തു. അപ്പൊ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം സംസാരിച്ച വാദിൻ നംല് ആ പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിലാണ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ബാറക്കന ഹൗലഹു എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞത് വെറുതെ അല്ല. അത് ബർക്കത്തുള്ള സ്ഥലമാണ്, ബർക്കത്തേറിയ സ്ഥലമാണ്. ഇനിയും അത് ബർക്കത്തുള്ള സ്ഥലമായി മാറും. നാളെ നമ്മൾ അവിടെയാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത്. ഇനി നമ്മളൊന്ന് ചിന്തിക്കും, ഇനി നമ്മൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കും. ഒരു കാലഘട്ടത്തിൽ ബൈത്തുൽ മുഖദ്ദസും പരിസരവും ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നതയുടെ നാടായിരുന്നു. ഇത് സാധാരണക്കാരായ ആളുകൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒന്ന് പറയാം, നല്ലപോലെ ശ്രദ്ധിച്ചോളി. ഈ ഉസ്താദന്മാരെയും മുസ്ലിയാക്കന്മാരെയൊക്കെ നമ്മൾ അത് ചെയ്യില്ല ഇത് ചെയ്യില്ല എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഞങ്ങളെ കുറ്റം പറയും, കമന്റ്, മോശം കമന്റ് ഇടും ഒക്കെ ചെയ്യും. ഇപ്പൊ അറിയില്ല, അന്നനുഭവം ഇൻഷാ അല്ലാഹ് പിന്നെ അറിഞ്ഞോളൂ.
പിന്നെ അറിഞ്ഞോളൂ, ബൈത്തുൽ മുഖദ്ദസിൽ ജീവിച്ചിരുന്ന അഹ്ലു ബൈത്തിന്റെ മക്കൾ, അതാണ് അന്നത്തെ ആ മക്കൾ, സ്വർണം കൊണ്ടാണ് അവർ കളിച്ചിരുന്നത്. സ്വർണത്തിന്റെ, നമ്മളിപ്പോൾ അണ്ടി കളിക്കൂലേ, പറങ്ങാമാവിട്ട് കളിക്കുന്നത് പോലെ സ്വർണ്ണ കോയിൻ കൊണ്ട് കളിച്ചിരുന്ന ഒരു കാലഘട്ടമാണ് ബൈത്തുൽ മുഖദ്ദസിന്റെ മക്കൾ. സുന്ദരികളായ മക്കൾ മിനിസ്കറ്റും ധരിച്ചിട്ട് യൂറോപ്പിന്റെ മക്കൾക്ക് വേണ്ടി അത്തിമരത്തിന്റെ ചുവട്ടിൽ ചില്ലി പൈസയ്ക്ക് വേണ്ടി, ഡോളറിന് വേണ്ടിയിട്ട് തന്റെ ശരീരത്തെ കച്ചവടച്ചരക്കാക്കി മാറ്റി അവരുടെ സൗന്ദര്യം അവർ പ്രദർശിപ്പിക്കാൻ തുടങ്ങി. സമ്പത്ത് കിട്ടിയില്ലേ, ഇനി എന്താ പ്രശ്നം? അടിച്ചു പൊളിക്കാൻ തുടങ്ങി. അന്ന് ആ മിമ്പറിന്റെ മെഹ്റാബിന്റെ മുകളിലിരുന്നിട്ട് മഹാന്മാരായ പണ്ഡിതന്മാര് പരസ്യമായി വിളിച്ചു പറഞ്ഞു, പെമ്മക്കളെ നിങ്ങൾ അഴിഞ്ഞാടരുത് കേട്ടോ, ഇത് മുബാറക്കായ മണ്ണാണ്, അള്ളാഹു ബർക്കത്ത് ചെയ്ത മണ്ണാണ് കേട്ടോ. ഇവിടെ നിങ്ങൾ അഹങ്കരിച്ചാൽ ഇതിന്റെ ശാപം നിങ്ങളെ പേറേണ്ടി വരും കേട്ടോ. പ്രവാചകന്മാരെ വേദനിപ്പിച്ച മണ്ണാണ്, ആ പ്രവാചകന്മാരുടെ ശാപം പ്രാർത്ഥന ഇവിടെയുണ്ട് കേട്ടോ. ലുഇനല്ലദീന കഫറൂ മിൻ ബനീ ഇസ്രായീല അലാ ലിസാനി ദാവൂദ വഈസ ഇബ്നു മറിയം ദാലിക ബിമാ അസൗ വകാനൂ യഅ്തദൂൻ. ഓരോ പ്രവാചകന്മാരുടെ ശാപ പ്രാർത്ഥന കൊണ്ട് നശിച്ചു പോയ വർഗം തടങ്ങിയ സ്ഥലമാണ്. അതുകൊണ്ട് നിങ്ങൾ അഹങ്കരിക്കരുത് കേട്ടോ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ തെമ്മാടികൾക്ക് നൽകിയ ശിക്ഷ വീണ്ടും ഇവിടേക്ക് കൊണ്ടുവന്നേക്കാം. ഉലമാക്കൾ ഇത് പറഞ്ഞപ്പോ, പണ്ഡിതന്മാരിത് വിളിച്ചു പറഞ്ഞപ്പോ അവരുടെ മുഖത്ത് കാർക്കിച്ചു തുപ്പിയിട്ട് പറഞ്ഞു, മുയിലിയാമാരെ, ഉസ്താദുമാരെ, പണ്ഡിതന്മാരെ, നിങ്ങൾ നിങ്ങളുടെ പണിയെടുത്ത് പള്ളിക്കുള്ളിൽ ഇരുന്നാ മതി കേട്ടോ. ഞങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് അടിച്ചു പൊളിക്കാനാണ്. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ കടന്നു വരേണ്ടതില്ല. ഞങ്ങളുടെ കാര്യം നിങ്ങൾ ചർച്ച ചെയ്യണ്ട. നിങ്ങൾ അടിച്ചു പൊളിച്ച് പള്ളിക്കത്തിരുന്നോളി, ഞങ്ങൾ ഇവിടെ റാഹത്തായിട്ട് അടിച്ചു പൊളിച്ചോളാം. ഞങ്ങൾ എങ്ങനെ നടക്കണം, ഏത് ഡ്രസ്സ് ധരിക്കണം, എവിടെയൊക്കെ പോകണം, നിങ്ങളല്ല തീരുമാനിക്കുന്നത്, അത് ഞങ്ങളാണ് തീരുമാനിക്കുന്നത്. ഉലമാക്കളെ അന്ന് എതിർത്ത ആ വർഗം ഇന്ന് മക്കയുടെയും മദീനയുടെയും തെരുവോരങ്ങളിൽ കിടന്നിട്ട്, യാ അബ്ദല്ലാഹ്, യാ മുഹമ്മദ്, അന ഫലസ്തീൻ മിസ്കീൻ, ഹാത്ത് വാഹിദ് റിയാൽ, ഹാത്ത് വാഹിദ് റിയാൽ, ഒരു റിയാൽ തന്ന് സഹായിക്കണം, ഞാൻ ഫലസ്തീനിലെ മിസ്കീനാണ്, എനിക്ക് ഉപ്പയില്ല, ഉമ്മയില്ല, ഭർത്താവില്ല, ഭാര്യയില്ല, മക്കളില്ല, വീടില്ല, ഒന്നുമില്ല. അന ഫലസ്തീൻ മിസ്കീൻ, ഞാൻ മിസ്കീനാണ്. മിസ്കീൻ എന്ന വാക്ക് അല്ലാഹു അവരെ കൊണ്ട് പറയിച്ചു. പരീക്ഷണങ്ങൾ വെറുതെയല്ല, പരീക്ഷണങ്ങൾ വെറുതെയല്ല, വെറുതെയല്ല പരീക്ഷണം. അല്ലാരെയും അങ്ങനെ വേദനിപ്പിക്കൂല. അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യാതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും മസ്സതുഹുൽ ബഅസാ വല്ലറാ വസുൽസിലൂ ഹത്താ يقول الرسول والذين آمنوا معه متى نصر الله ألا إن نصر الله قريب. ഏ സഹോദരാ, ഏ സഹോദരി, അം ഹസിബത്തും, നിങ്ങൾ കരുതുന്നുണ്ടോ, നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ, അൻ തദ്ഖുലുൽ ജന്ന, ലാഘവത്തോടെ സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങൾ അങ്ങനെയാണോ ചിന്തിച്ചു കൂട്ടുന്നത്? പരിശുദ്ധ പ്രവാചകന്മാരെയും അവരുടെ അനുയായികളെയും കിടുകിട വിറപ്പിച്ച ചരിത്ര പാരമ്പര്യമാണ് പരിശുദ്ധമായ ഇസ്ലാമിനുള്ളത്. വസുൽസിലൂ, അവർ കിടുകിട വിറപ്പിക്കപ്പെട്ടു പോയി. ഈമാനുള്ളവരാണ്, ഇസ്ലാമിന്റെ അനുയായികളാണ്, ശരീഅത്ത് അനുസരിച്ച് ജീവിച്ചവരാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ അവരുടെ ഇടയിലേക്ക് പ്രവാചകന്മാര് പോലെ കടന്നു വന്നില്ലേ? ആ പ്രവാചകന്മാര് ജീവിച്ചിരിക്കുമ്പോ തന്നെ ഹത്താ
യഖൂലർ റസൂലു വല്ലദീന ആമനൂ അവരുടെ പ്രവാചകനും അനുയായികളും ആ വിറപ്പിക്കലിന്റെ ശക്തി കൂടിയപ്പോ അവര് പറഞ്ഞു പോയില്ലേ, മതാ നസ്റുല്ലാഹ്, അള്ളാന്റെ സഹായം ഇനി എപ്പോഴാണ്, അള്ളാന്റെ സഹായം ഇനി എപ്പോഴാണ്. വർഷങ്ങളായി ഞങ്ങൾ ദുആ ചെയ്യുകയാണ്, ദിവസങ്ങളായി ദുആ ചെയ്യുകയാണ്, ദിവസങ്ങളായി ഞങ്ങൾ പീഡിപ്പിക്കപ്പെടുകയാണ്, ആട്ടിയോടിക്കപ്പെടുകയാ. മതാ നസ്റുല്ലാഹ്, പ്രവാചകന്മാര് പോലും സഹാബത്ത് പോലും അനുചരന്മാര് പോലും പറഞ്ഞില്ലേ, എപ്പോഴാണ് അല്ലാഹുവിന്റെ സഹായം ഉണ്ടാവുക? അവർക്ക് മറുപടിയായി അല്ലാഹ് പറഞ്ഞു, അലാ, അറിയണേ അറിയണേ, ഇന്ന നസ്റല്ലാഹി ഖരീബ്, അള്ളാന്റെ സഹായം അടുത്ത് തന്നെയുണ്ട് കേട്ടോ. പക്ഷേ ധൃതി കൂട്ടണ്ട കേട്ടോ, അള്ളാന്റെ സഹായം അടുത്ത് തന്നെ വരും കേട്ടോ. ഇതാ ഖുർആൻ പറഞ്ഞത്. അപ്പൊ അള്ളാഹു നമ്മളെ പരീക്ഷിക്കുന്നത് സബർ ഉണ്ടോന്നറിയാൻ. ദുനിയാവിൽ നമ്മൾ നിന്ദ്യരാണ്, നിരാശ്രയരാണ്, ആലംബഹീനരാണ്, നമുക്ക് ഒരു കഴിവില്ല എന്ന് മനസ്സിലാക്കാൻ, നമ്മുടെ റൂട്ട് മാറിപ്പോകുമ്പോൾ അള്ളാഹുലേക്ക് നമ്മളെ അടുപ്പിക്കാനാണ് ഈ പരീക്ഷണങ്ങൾ അള്ളാഹു നമുക്ക് നൽകുന്നത്. നാളെ അള്ളാഹുവിൻ്റെ കോടതിയിലേക്ക് നമ്മൾ എത്തിപ്പെടുമ്പോൾ അവിടുത്തെ സ്വാലിഹീങ്ങൾക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ, ഈ ദുനിയാവിൽ പീഡനങ്ങൾ അനുഭവിച്ച് മരണപ്പെട്ടു പോയവർക്ക് സ്വർഗലോകത്ത് അല്ലാഹു നൽകുന്ന ഭീമമായ വണ്ണമായ പ്രതിഫലങ്ങൾ കണ്ടിട്ട് ഇന്ന് ഇവിടെ സുഖലോലുപരായി ജീവിച്ചവർ അന്ന് ആഗ്രഹിക്കും, അല്ലാഹ് എൻ്റെ ശരീരത്തിൻ്റെ രോമകൂമങ്ങൾ പിഴുതു മാറ്റിയിട്ട് എൻ്റെ ശരീരത്തെ പൊതിഞ്ഞിരിക്കുന്ന ചർമ്മങ്ങൾ കത്രിക കൊണ്ട് കഷണം കഷണമായി മുറിച്ചു മാറ്റിയിരുന്നെങ്കിൽ എന്ന് നാളെ ആഗ്രഹിക്കാൻ വേണ്ടി, അങ്ങനെ ആഗ്രഹിച്ച് അവർക്ക് കിട്ടുന്ന പദവിയെക്കുറിച്ച് ഓർക്കുന്നതിന് വേണ്ടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. നമ്മൾ ബഹുമാനപ്പെട്ട പ്രവാചകനോട് സ്വഹാബത്ത് ചോദിച്ചു, അയ്യുന്നാസി അശദ്ദു ബലാ, ഏറ്റവും കൂടുതൽ പരീക്ഷണം ആർക്കാ പ്രവാചകരെ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അൽ അംബിയാ, അംബിയാക്കൾക്കാണ്. നമുക്കൊന്നുമല്ല, ഫലസ്തീന്റെ മക്കൾക്കൊന്നുമല്ല. ഏറ്റവും വലിയ പരീക്ഷണം അംബിയാക്കൾക്കാണ്. സുമ്മൽ അംസലു ഫൽ അംസലു, പിന്നീട് അതിനുശേഷം വരുന്നവർ അംബിയാക്കൾ, സ്വഹാബാക്കൾ, താബിഈങ്ങൾ, തബഅ താബിഈങ്ങൾ, അയിമ്മത്തുൽ മുജ്തഹിദീങ്ങൾ, ഔലിയാക്കൾ, ആരിഫീങ്ങൾ, സ്വാലിഹീങ്ങൾ, സാധാരണക്കാരായ നമ്മളിലേക്ക് ആ പരീക്ഷണങ്ങൾ വരും. ഫമൻ സഖുന ദീനുഹു ഇഷ്തദ്ദ ബലാഉഹു, ആരാണോ അന്ന് ദീനിൽ അടിയുറച്ചു നിൽക്കുന്നത് അവരുടെ പരീക്ഷണങ്ങൾ കടുപ്പമായിരിക്കും. ഫമൻ ലഅഫ ദീനുഹു, ആരുടെ ദീനാണോ ബലഹീനമായത്, ലഅഫ ബലാഉഹു, അവരുടെ പരീക്ഷണം കുറവായിരിക്കും. ദീനില്ലാത്തവന് പരീക്ഷണം ഉണ്ടാവില്ല, ദീനുള്ളവന് കടുപ്പമേറിയ പരീക്ഷണമായിരിക്കും. ഫമൻ റളിയ ഫലഹു റിള, ആരാണോ ആ പരീക്ഷണത്തിൽ തൃപ്തിപ്പെട്ടത് അവർ അല്ലാഹുവിന്റെ തൃപ്തി ലഭിച്ചവരാണ്. വമൻ സഖിത ഫലഹു സഖ്ത്, ആരാണോ അതൃപ്തി, ആ ശിക്ഷയിലും ആ പരീക്ഷണത്തിലും തൃപ്തിപ്പെടാതെ അല്ലാഹുവിനെ കുറ്റം പറഞ്ഞത്, അവനെക്കാലത്തും അല്ലാഹുവിന്റെ കോപത്തിന്റെ കീഴിലായിരിക്കും. ഇതാണ് ഹബീബായ ഷഫീയായ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചത്. അതുകൊണ്ട് എല്ലാ പരീക്ഷണങ്ങളും നമുക്ക് വരുമ്പോൾ സബർ ചെയ്ത് അല്ലാഹുവിലേക്ക് കൂടുതൽ മടങ്ങി സദഖകൾ ചെയ്ത് തൗബ ചെയ്ത് നമ്മൾ റബ്ബിനെ സ്വാധീനിക്കാൻ ശ്രമിക്കണം. അതല്ലാതെ വെറുതെ കിടന്ന് അവിടെ ഇവിടെയും അതും ഇതും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മൾ കരഞ്ഞുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്യണം. എനിക്ക് നിങ്ങളോട് വസിയത്ത് ചെയ്യാനുള്ളത്, എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾ പ്രായപൂർത്തിയായവർ, ശുദ്ധിയുള്ളവരോട് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട മഹാന്മാരും ഉലമാക്കളും സ്വാലിഹീങ്ങളും നമുക്ക് പണ്ടേ പറഞ്ഞു തന്ന ഒരു വാക്കുണ്ട്, നമ്മുടെ മുസീബത്ത്, നമ്മുടെ നാട്ടിലെയും വീട്ടിലെയും സമുദായത്തിലെയും മുസീബത്തുകൾ മാറാൻ ഏറ്റവും ഒരു എളുപ്പവഴി രാവിലെ സുബഹി കഴിഞ്ഞിട്ട് 3 പ്രാവശ്യം സൂറത്തുൽ മുസമ്മിൽ പാരായണം ചെയ്യണം. എന്നിട്ട് നിങ്ങൾ കാര്യമായ അല്ലാഹുവിനോട് ദുആ ചെയ്യണം.
ഒരു യാസീന് മോദി 3 പ്രാവശ്യം സൂറത്തുൽ മുസമ്മിൽ യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീല കാര്യമായി ഈ ദിവസവും നിങ്ങൾ ഓതിയിട്ട് കാര്യമായി ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ചെയ്. അല്ലാഹു ഈ സംഘർഷം പരിഹരിക്കും. നമ്മൾക്ക് ഇനി നേരിടാൻ പോകുന്ന പ്രശ്നങ്ങൾ അല്ലാഹ് പരിഹരിക്കും. ഇത് ഓതിയവരെ ഒന്നും അല്ലാഹു നിരാശപ്പെടുത്തൂല. അതുകൊണ്ട് നമ്മുടെ ഏറ്റവും വലിയൊരു ആയുധമാണ് രഹസ്യമായും പരസ്യമായും ഒക്കെ ദുആ ചെയ്ത് സദഖകൾ ചെയ്ത് ദിക്റുകൾ ചൊല്ലി ഖുർആൻ ഓതി നമ്മുടെ ഈ സാധുക്കളായ മക്കൾക്ക് വേണ്ടി ലോക സമാധാനത്തിന് വേണ്ടി നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു ഈ പ്രഭാഷണത്തെയും ഈ പരിശ്രമത്തെയും ഈ ഒരുമിച്ച് കൂടലിനെയും ഒരു സ്വാലിഹായ അമലാക്കി അല്ലാഹു സ്വീകരിച്ച് നാളെ സ്വർഗ്ഗലോകത്ത് സൗലിഹ്യങ്ങളോടൊപ്പം ഔലിയാക്കളോടൊപ്പം പരിലസിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളാക്കി അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണങ്ങൾ നൽകുന്നത് എന്തിനാണ്? നമ്മളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. പരീക്ഷണമില്ലാതെ ഒന്നും ആരും ഇവിടുന്ന് കഴിഞ്ഞു പോയിട്ടില്ല. പരീക്ഷണങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും. സുഖലോലുപരായി കഴിയേണ്ടത് പരീക്ഷണമില്ലാതെ കഴിയേണ്ടത് ഇവിടെയല്ല, അത് സ്വർഗത്തിലാണ്. അതാണ് അല്ലാഹു തആല സ്വർഗത്തിന് പേരിട്ടത് ദാറുസ്സലാം, സലാമത്തിന്റെ വീടെന്നാണ്. സലാം എന്ന് പറഞ്ഞാൽ സമാധാനം. രോഗമില്ല, പ്രശ്നമില്ല, യുദ്ധമില്ല, അടിയില്ല, പിടിയില്ല, പോലീസില്ല, കള്ളനില്ല, NIA ഇല്ല, റെയ്ഡില്ല, ED ഇല്ല, ബീഡിയില്ല, ഒന്നുമില്ല. സൂപ്പർ സ്ഥലം, അതാണ് സ്വർഗം. അള്ളാഹു നമ്മളെ ക്ഷണിക്കുന്ന അങ്ങോട്ടേക്കാണ്. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം വയഹ്ദീ മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. അള്ളാഹു നമ്മളെ ക്ഷണിക്കുന്നത് ദാറുസ്സലാമിലേക്കാണ്. നല്ലപോലെ ഇനി പ്രസംഗം തുടക്കം മുതൽ ഒടുക്കം വരെ റാഹത്തായിട്ടിരുന്ന് കേട്ട് മനസ്സിലാക്കണം, ശ്രദ്ധിച്ചിരിക്കണം. അള്ളാഹു നമ്മളെ ക്ഷണിക്കുന്നത് എങ്ങോട്ട്? ദാറുസ്സലാമിലേക്ക്. നമ്മളെയൊക്കെ അള്ളാഹ് ക്ഷണിക്കുന്നത് ദാറുസ്സലാമിലേക്ക്. ആ സലാമത്തിന്റെ ആ വീടിന്റെ പേര് ദാറുസ്സലാം എന്നാണ്. അല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം. അതാണ് മയ്യത്ത് കൊണ്ടുവച്ചിട്ട് ചെയ്യുന്ന ദുആ എന്താ? അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന, അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന. അല്ലാഹുവേ, ആ ദാറുസ്സലാമിലേക്ക് ഈ സഹോദരനെ, ഈ സഹോദരിയെ നീ പ്രവേശിപ്പിക്കണമേ അല്ലാഹ്. ദാറുസ്സലാം ഉണ്ടോ? അങ്ങോട്ടേക്ക് പോകാനാണ് നമ്മൾ ദുആ ചെയ്യുന്ന നമസ്കാരത്തിന് ശേഷം. അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം തബാരക്ത യാ ദൽ ജലാലി വൽ ഇക്റാം حينا ربنا بالسلام وأدخلنا برحمتك ربنا دارك دار السلام. അല്ലാഹുവേ, സമാധാനത്തിന്റെ ഉറവിടം നീയാണ്. സമാധാനത്തോടെ ഞങ്ങളെ നീ വാർത്തെടുക്കണമേ. സമാധാനത്തിന്റെ നിന്റെ ഭവനത്തിലേക്ക് ഞങ്ങളെ നീ പ്രവേശിപ്പിക്കണമേ അല്ലാഹ്. ദാറുസ്സലാം. സലാം പറയുന്നത് നമ്മൾ തുടങ്ങിയത് എവിടെ കൊണ്ടാ? സ്വർഗത്തിൽ നാം തുടങ്ങിയത്. അസ്സലാമു അലൈക്കും എന്ന് പറയൂലേ? ഇത് ഭയങ്കര ഡിമാൻഡാണ്. സലാം, അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും 2 പ്രാവശ്യം പറഞ്ഞാൽ നോക്കും മോളിയും താഴോട്ട്, നീ ആരാ ഐറ്റോന്ന്. അങ്ങനെയാണ് ഇപ്പൊ സലാം ഭയങ്കര ഡിമാൻഡാണ്. സലാം പറഞ്ഞാൽ മടക്കാൻ എന്താ ഡിമാൻഡ്? കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ലഖിയ അഹദുൻ യുസല്ലിമു അലൈഹി വയുസാഫിഉഹു. നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ സ്വഭാവം എന്താ? അള്ളാഹുവിന്റെ റസൂൽ ആരെ ആദ്യം കാണുന്നുവോ അങ്ങോട്ട് പോയി സലാം പറയും, കൈ കൊടുക്കും അത്രേ. അങ്ങോട്ട് പോയി കഴിയും. അവൻ പറയട്ടെ ഞാൻ 10-30 വർഷം പ്രസംഗിക്കുന്ന ഞാൻ അവന് സലാം പറയാം, നീ ഇങ്ങോട്ട് സലാം പറയടാ. നമ്മുടെ ശൈലി അങ്ങനെയാണ്. നബി തങ്ങളുടെ ശൈലി അങ്ങനെ അല്ല. ആരാണോ ആദ്യം നബി ആരെ ആദ്യം കാണുന്നു അങ്ങോട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്നിട്ട് വയബ്ദഉ ബിൽ മുസാഫഹ, കൈ അങ്ങോട്ട് കൊടുക്കും, മുസാഫഹത്ത് ചെയ്യും. കൈ മുസാഫഹത്ത് ചെയ്യുമ്പോൾ പെട്ടെന്ന് വലിക്കൂല. ആരാണ് അദ്ദേഹം വലിക്കുന്നത് വരെ നബി തങ്ങൾ അങ്ങനെ തന്നെ വെച്ചു കൊടുക്കുമായിരുന്നു നബിയുനാ റസൂലുള്ളാഹി. അതാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ ശൈലി. നമ്മുടെ ശേഖന്മാരുടെ ശൈലി അങ്ങനെയാണെന്നുള്ളതൊക്കെ നിങ്ങൾ ചിന്തിച്ചോളൂ. നബി തങ്ങളുടെ ശൈലി ആരെങ്കിലും കൈക്ക് പിടിച്ചാൽ വമാ അഖദ അഹദുൻ യദഹു ഹത്താ യുർസിലഹു, ഒരാളുടെ കയ്യിൽ അല്ലാഹുവിന്റെ റസൂൽ പിടിച്ചാൽ അദ്ദേഹം വിടുന്നത് വരെ ഹബീബായ തങ്ങൾ അങ്ങനെ തന്നെ വെച്ചു കൊടുക്കുമത്രേ. അതായിരുന്നു നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ ശൈലി. കൈ അങ്ങനെ തന്നെ വെക്കും. അവൻ വിട്ടോട്ടെ.
ഒരാൾ രഹസ്യം പറയാൻ നബി തങ്ങളുടെ ചെവിയുടെ അരികിലേക്ക് വന്നാൽ ചെവി താഴ്ത്തി കൊടുക്കും. ഹബീബായ തങ്ങൾ അദ്ദേഹം പറയുന്നത് മുഴുവനും നല്ലവണ്ണം ശ്രദ്ധാപൂർവം കേൾക്കും. അദ്ദേഹം സംസാരിച്ച് മുറിയുന്നത് വരെ, തീരുന്നത് വരെ അള്ളാന്റെ റസൂല് ചെവി എടുക്കുമായിരുന്നില്ല. അങ്ങനെ തന്നെ വെച്ചുകൊടുക്കും. പറഞ്ഞോ എന്താ പറഞ്ഞോ. അള്ളാന്റെ റസൂലിന്റെ ശൈലിയാണ്, നമ്മുടെ ശൈലിയല്ല. നമ്മളൊക്കെ ശരി ഓക്കെ റെഡി അല്ല എല്ലാവരുടെയും ഏറ്റു. ഹബീബ തങ്ങളുടെ ശൈലിയാണ്. ഷമായിൽ തിരുമതി പഠിക്കുക. നബിതങ്ങളുടെ സ്വഭാവം എന്തെന്ന് ആദ്യം മനസ്സിലാക്കും. ഈ നബിതങ്ങളുടെ സ്വഭാവം മനസ്സിലാക്കിയിട്ട് ഈ പറയപ്പെടുന്ന ആളുകളൊക്കെ ഒരു പ്രവർത്തിച്ചാൽ നല്ലതായിരിക്കും. നബിതങ്ങളുടെ സ്വഭാവം എന്തെന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കും, പഠിക്കുക. ആരാണ് നബി എന്ന് അതിൽ പഠിപ്പിക്കുന്നുണ്ട്. അതിനകത്തൊന്നും ഒരു ഗ്രൂപ്പുകാരും എഴുതിയതല്ല, സ്വഹാബാക്കൾ പറഞ്ഞു എന്നാണ് നബിയുടെ ശൈലി എന്താണ്. ഷമായിലു തിർമിദി അത് പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എല്ലാ ജീവിതവും ശൈലിയും മുഴുവൻ അതിലുണ്ട്. അതുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് തുടങ്ങിയതാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇത് മുഴുവനും പറഞ്ഞാലേ അതിന് സവാബുണ്ട്. അസ്സലാമു അലൈക്കും, വലൈക്കും സലാം. 10 10 20 കിട്ടിയുള്ളൂ. എനിക്കും 10, സലാം പറഞ്ഞവനും 10, മടക്കിയവനും 10. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് ഒരാൾ വന്ന് അസ്സലാമു അലൈക്കും പറഞ്ഞു. നബി തങ്ങൾ പറഞ്ഞു അശറ വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി 20 വബറകാതുഹു 30. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ 10 നന്മയുള്ളൂ. വറഹ്മത്തുള്ളാഹി 20 വബറകാതുഹു 30. ഒരു സലാം പറഞ്ഞാൽ 30 നന്മ നമ്മൾ വാങ്ങണം. നമുക്കൊന്ന് പാസ് മാർക്ക് കിട്ടണമെങ്കിൽ 30 മാർക്കെങ്കിലും കിട്ടണം. അപ്പൊ അതുകൊണ്ട് അസ്സലാമു അലൈക്കും പറഞ്ഞു നിർത്താതെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അറബികൾ സലാം പറയും അസ്സലാമു അലൈക്കും എന്നല്ലല്ലോ പറയാ. ഫോൺ എടുത്തത്ര അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഒറ്റ വാക്കിന് അങ്ങനെ പെട്ടെന്ന് അവർ പെട്ടെന്ന് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളെന്താ വലിയ കാര്യം അസ്സലാമു അലൈക്കും വലൈക്കും സലാം പറയാളിയാ, ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പൊ നമ്മൾ സലാം കൊണ്ട് തുടങ്ങിയത് സ്വർഗം. അതിനി അവസാനിക്കേണ്ടത് ഈ സലാം അത് സ്വർഗത്തിൽ തന്നെയാണ് അവസാനിക്കേണ്ടത്. ഇത് അള്ളാഹാണ് സലാം പഠിപ്പിച്ചത്. മലക്കുകളിലൂടെ ആദിൻ നബിയിലൂടെ നമുക്ക് അള്ളാഹു തആല പഠിപ്പിച്ചത്. അതുകൊണ്ട് നമ്മുടെ സകല മേഖലകളിലും സലാം, അതിൽ നിന്ന് വന്നതാണ് സിൽമ്, അതിൽ നിന്നാണ് ഇസ്ലാം. ഇതൊക്കെ ആ സലാമുമായി വലിയ ബന്ധങ്ങളാണ്. വെറുതെ അല്ല ഒരാളെ കാണുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയുന്നത്, വെറുതെ അല്ല അതിന്റെ മുസ്ലിം എന്ന് പറയുന്നത്, വെറുതെ അല്ല ഈ പ്രസ്ഥാനത്തിന് ഇസ്ലാം എന്ന് പറയുന്നത്. വെറുതെയാണോ നമസ്കാരം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വെറുതെ അല്ല പറയുന്നത്. അതിനൊക്കെ വലിയ വലിയ അർത്ഥങ്ങളുണ്ട്. എന്തുമാകട്ടെ. അപ്പൊ സലാം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നമുക്ക് സമാധാനം. അതാണ് നമുക്ക് വേണ്ടത്, സമാധാനം. ലോകത്ത് തന്നെ സമാധാനം വേണം, അതിന് സലാമത്ത് ഉണ്ടാകണം. അതുകൊണ്ടല്ലേ സ്വർഗത്തിലെത്തുന്ന ആരാ? സലീമേ സ്വർഗത്തിൽ പോവുള്ളൂ. സലീം ഇവിടെ നാട്ടിലുള്ള സലീമല്ല. യൗമ ലാ യൻഫഉ മാലു വലാ ബനൂൻ യൗമ ലാ യൻഫഉ മാലു വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സമ്പത്തും പ്രതാപവും സന്താനങ്ങളും ഒരു പ്രയോജനവും ചെയ്യാത്ത ഒരു ദിവസമുണ്ടാകും കേട്ടോ. അന്ന് പ്രയോജനപ്പെടുന്നത് ഒരേ ഒരു സംഭവം, ഒരേ ഒരു കാര്യം മാത്രമാ, ബിഖൽബിൻ സലീം. ഒരു കളങ്കവും ഇല്ലാത്ത, ഒരു ചതിവും വഞ്ചനയില്ലാത്ത, ഒരു കാപട്യമില്ലാത്ത കൽബുകളുള്ളവർക്ക് മാത്രമേ ആ ദാറുസ്സലാമിലേക്ക് പ്രവേശനമുള്ളൂ. ഖുർആന്റെ വാക്കാണ്, ഖുർആന്റെ വാക്കാണ്. നമ്മളൊന്നും അല്ല ആർക്ക് സ്വർഗത്തിൽ ടിക്കറ്റ് കൊടുക്കാൻ അർഹതപ്പെട്ടവർ. സ്വർഗത്തിന്റെ ഉടമസ്ഥനാണ് അതിന് അർഹതപ്പെട്ടവൻ. ബിഖൽബിൻ സലീം അല്ലാഹു പറഞ്ഞ വാക്കല്ലേ, യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ. മക്കളെ കൊണ്ടും നിന്റെ സമ്പത്ത് കൊണ്ടൊന്നും ഗുണപ്പെടാത്ത ഒരു ദിവസം വരുവടാ. അന്ന് ഗുണം ആർക്കെന്നറിയോ? ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സലീമായ ഖൽബ്, നിഷ്കളങ്ക ഹൃദയത്തോടുകൂടി അള്ളാഹയെ കണ്ടുമുട്ടണം. അവനാണ് ഒറിജിനൽ മുസ്ലിം. അതാണ് ഇന്നനി അനമിനൽ മുസ്ലിമീൻ എന്ന് നമ്മൾ വെറുതെ കൈയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അനമിനൽ മുസ്ലിമീൻ എന്ന് പറയുമ്പോൾ അതാണ് ആ ക്വാളിറ്റി ഉള്ളവനായിരിക്കണം. ഇസ്ലാമിനൊക്കെ വലിയ അർത്ഥങ്ങളുണ്ട്, സിൽമിനൊക്കെ വലിയ അർത്ഥങ്ങളുണ്ട്. സലാം എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല അത്.
സലാമേ ആതിശേ ജംജീർ ബാതിൽ ചോടനെ വാലേ സലാമേ ഖാരിജെ ടൂട്ടേ ഹുവേ ദിൽ ജോടനെ വാലേ. അധർമ്മത്തിന്റെ ചങ്ങലക്കെട്ടുകളെ പൊട്ടിച്ചെറിഞ്ഞ റസൂലേ അങ്ങേക്ക് സലാം. പൊട്ടിപ്പോയ ഹൃദയങ്ങളെ കൂട്ടിയിണക്കിയ റസൂലേ അങ്ങേക്ക് സലാം. സലാമത്ത്, ആ സലാമത്ത് ഉണ്ടെങ്കിലേ പൊട്ടിപ്പോയ ഹൃദയങ്ങൾ അവർക്ക് യോജിക്കുള്ളൂ. നമുക്കിന്ന് സലാമത്തു സദറില്ല, സലാമത്തു സദർ നമുക്കിന്നില്ല. നിസ്കാരമൊക്കെ ഉണ്ടാവും, തഹജ്ജുദ് നിസ്കാരം ഉണ്ടാവും, ളുഹാ നിസ്കാരം ഉണ്ടാവും, ഇഷ്റാഖ് ഉണ്ടാവും, ഓവാബീൻ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷെ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി എൻ്റെ മുഖത്ത് നോക്കിയിട്ട് സന്തോഷത്തോടുകൂടി പുഞ്ചിരിയോടുകൂടി അസ്സലാമു അലൈക്കും യാ കോയ എന്ന് പറയാൻ ഒരുത്തനുണ്ടാവില്ല. നിസ്കരിക്കാൻ വെള്ളത്തിൽ വീണ കോഴിയുടെ കൂട്ടാവൻ്റെ നിസ്കാരം കണ്ടു കഴിഞ്ഞാൽ എന്നിട്ട് ഇവൻ ഇറങ്ങിയിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് കൈയെടുത്ത് നോക്ക്, ഓടെ തട്ടിത്തൂർ കളഞ്ഞിട്ടു. ഇയാളാ അവിടെ വൈബ്രേഷനിൽ നിസ്കരിച്ചത്. എന്താ ഫായിദ? അതുകൊണ്ട് മക്കളെ, സലാമത്ത് സദർ ഉണ്ടെങ്കിലേ സലാമത്തായി വീട്ടിൽ പോകാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മളെ യുഡായിപ്പൊന്നും അള്ളാൻ്റെ അടുക്ക് നടക്കൂല കേട്ടോ. അതാദ്യം പഠിച്ചോളി. ഇത് നമുക്കൊന്നും ആർക്കും അർഹതയില്ല. ആരാ എവിടെ എവനെ എത്തുക ആർക്ക് കിട്ടും? നമ്മൾ ചിലപ്പോൾ പ്രതീക്ഷിക്കാത്ത ആളുകൾ അവിടെ ചാടും. നമ്മൾ വലിയ പ്രതീക്ഷയോടിരിക്കുന്നവനൊക്കെ അവിടെ ക്യൂ നിൽക്കുന്നതായിരിക്കും. അള്ളാഹുവൊക്കെ നമ്മൾ യഥാർത്ഥ ദാറുസ്സലാമിൽ നമ്മളെ എത്തിക്കുമാറാകട്ടെ. അതിനൊരു പരിശ്രമവും പണിയെടുക്കും. അതാണ് വേണ്ടത്. ഒരു സ്വഹാബി നടന്നു വരുമ്പോൾ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഇദ്ദേഹം ഇതാ ഇപ്പോൾ നടന്നു വരുന്ന ഒരു സഹോദരൻ, അദ്ദേഹം നേരെ സ്വർഗത്തിലാണ് കേട്ടോ. സ്വർഗത്തിന്റെ അവകാശികളെ നിങ്ങൾക്ക് കാണണോ? ഇതാ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ മുന്നിലൂടെ ഒരു സഹോദരൻ കടന്നു വരികയാ, അദ്ദേഹം സ്വർഗാവകാശിയാണെന്ന് പറഞ്ഞപ്പോ ജിജ്ഞാസയോടെ സഹാബാക്കൾ നോക്കി നിൽക്കുമ്പോ ഒരു സഹാബി, സാധുവായ സഹാബി, ചെരുപ്പും കയ്യിലെടുത്തുകൊണ്ട് കടന്നു പോവുകയാണ്. വലിയ പ്രശസ്തനല്ല, പ്രഗത്ഭനല്ല, ഈ പറയപ്പെട്ട വലിയ ഇബാദത്തുദാരിയല്ല, ഒന്നുമല്ല. പക്ഷേ സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ പ്രവൃത്തി ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തെ നോക്കിയാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, വഹുവ മിനൽ ജന്ന, അദ്ദേഹം സ്വർഗത്തിന്റെ അവകാശിയാണ് കേട്ടോ. സഹാബാക്കൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയി ചോദിക്കുകയാ, അല്ല സഹോദര, നിങ്ങളെ കുറിച്ച് പരിശുദ്ധ പ്രവാചകൻ സ്വർഗാവകാശി എന്ന് പറയാനുള്ള കാരണം എന്തേ? ഇല്ല, എനിക്ക് നിങ്ങൾ പറയപ്പെടുന്നത് പോലെ പ്രത്യേകമായ കർമ്മങ്ങളൊന്നുമില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഒരു കാര്യമുണ്ട്. ഞാൻ ഒരാളെ കുറിച്ചും അനാവശ്യമായി ചർച്ച ചെയ്യുകയോ ചിന്തിക്കുകയോ സംസാരിക്കുകയോ മോശമായി അവരോട് പെരുമാറുകയോ അവരെ കുറിച്ച് മനസ്സിൽ അനാവശ്യമായി കരുതുകയോ ചെയ്തിട്ടേയില്ല. ഒരുപക്ഷെ അക്കാര്യമായിരിക്കാം ഹബീബായ തങ്ങൾ ഞാൻ സ്വർഗത്തിലെന്ന് പറഞ്ഞത്. എൻ്റെ ജീവിതത്തിൽ ഒരാളെ കുറിച്ചും നീ മോശക്കാരനാണ്, അല്ലെങ്കിൽ അവൻ അങ്ങനാണ്, അല്ലെങ്കിൽ അവൻ പോക്കാ, അല്ലെങ്കിൽ അവൻ്റെ കാര്യമൊന്നും ഇങ്ങനെ ഒരാളെ കുറിച്ചും ചിന്തിച്ചിട്ടേ ഇല്ല. അങ്ങനെ ഒരാളെ നമുക്ക് എടുക്കാനുണ്ടോ? അങ്ങനെ ഒരാളെ ഇബാദത്ത് ചെയ്യും, ഭയങ്കര ഇബാദത്തായിരിക്കും. പക്ഷെ ഒരാളെ കുറിച്ച് മനസ്സിൽ അവനാ നാട്ടിന്റെ ഭിത്തിനയുടെ ഉറവിടമാണ് അവനാണ് ഈ മുസീബത്ത് മൊത്തം ഉണ്ടാക്കിയത്. അവനാണ് 10 ഗ്രൂപ്പാക്കിയതിനെ മാറ്റിയത്. നമ്മൾ ഒന്നും അറിയാത്ത നമ്മൾ വാട്സപ്പിൽ കേട്ടിട്ട് ഒരാളെ കുറിച്ച് കുറ്റം പറയും. എന്നിട്ട് നമ്മ ഭയങ്കര ഇബാദത്ത്. എന്നിട്ട് വാട്സപ്പ് ഓണാക്കിട്ട് ആമീൻ ആമീൻ, ദുആ ചെയ്തവർക്കൊക്കെ ആമീൻ ആമീൻ ആമീൻ. ഇത്ര നേരം കുറ്റം പറഞ്ഞിട്ടാണ് ഇവ നാളെ സ്വർഗത്തിൽ പോകാനിരിക്കാൻ. എങ്ങനെ സ്വർഗം കിട്ടും? നിങ്ങൾ പറയും. ആ സ്വഹാബിയുടെ ക്വാളിറ്റി എന്താണ്? ഒരാളെ കുറിച്ച് എന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയില്ല. നീ മോശപ്പെട്ടവനാണ്, നിന്റെ സ്വഭാവം മോശമാണ്, അങ്ങനെ ഒരു ചിന്ത ആ സ്വഹാബിയുടെ മനസ്സിലേ ഇല്ല. അദ്ദേഹം സ്വർഗത്തിലുള്ള നബി തങ്ങളുടെ റിസാലത്തിന്റെ നുബുവത്തിന്റെ നാവ് കൊണ്ട് പറഞ്ഞു. അങ്ങനെ ഒരാളപ്പോ നമ്മുടെ മുന്നിലുണ്ടോ? ഉണ്ടോ അബീവേ? നിങ്ങൾ തന്നെ പറയുണ്ടോന്ന്? എനിക്ക് പറയാൻ പറ്റൂല. ആരുണ്ട്? അപ്പൊ അതിന്റെ അർത്ഥം എന്താ? നമ്മുടെ കാര്യം കട്ടപ്പുകയാണ്. ചോദിച്ചു അല്ലാതെ പൊരുത്തം വാങ്ങിക്കോളി. അതാണ് ഈ പരീക്ഷണം വരുന്നത്. നമ്മുടെ ഖൽബ് ശരിയല്ലാത്തതുകൊണ്ടാണ് ഈ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഖൽബ് ശരിയാക്കി എടുക്കുകയാണ് അല്ലാഹു തആല അതിലൂടെ. അതിനാണ് അല്ലാഹു തആല ഈ പരീക്ഷണങ്ങൾ നൽകുന്നത്. എന്തിനാണ്? കൂടുതൽ അല്ലാഹുവിലേക്ക് അടുക്കാൻ. നമ്മുടെ ദിശ വിട്ടിട്ട് നമ്മൾ ഓടുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ യഥാർത്ഥ ദിശയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടി അല്ലാഹു നമ്മളെ പരീക്ഷിക്കും.
وما أرسلنا من نبي إلا أخذنا أهلها بالبأساء والضراء لعلهم يضرعون ولنذيقنهم من العذاب الأدنى دون العذاب الأكبر لعلهم يرجعون. الله പറഞ്ഞ വാക്കാണ്. നമ്മുടെ റൂട്ട് മാറിപ്പോകുമ്പോ യഥാർത്ഥ റൂട്ടിലേക്ക് നമ്മെ അടുപ്പിക്കുന്നതിന് വേണ്ടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ചെറുതും വലുതുമായ പരീക്ഷണങ്ങൾ നൽകുമത്രേ. വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബർ ലഅല്ലഹും യർജിഊൻ. നിങ്ങൾക്ക് യഥാർത്ഥ ദിശയിലേക്ക് മടങ്ങണ്ടേ. നിങ്ങളിപ്പോൾ ഇട്ടിരിക്കുന്ന മാപ്പ് ശരിയല്ല കേട്ടോ. ആ ഗൂഗിൾ മാപ്പ് നിങ്ങളെ കുളത്തിൽ കൊണ്ടുപോയി ചാടിക്കും കേട്ടോ. യഥാർത്ഥ ദിശയിലേക്ക് മടങ്ങണേ. അത് കുറച്ച് ത്യാഗമാണ്, കുറച്ച് പരിശ്രമമാണ്, കുറച്ച് വേദനയാണ്, കുറച്ച് കണ്ണുനീരൊലിപ്പിച്ചാലല്ലാതെ ആ യഥാർത്ഥ ദിശയിലേക്ക് വരാൻ കഴിയില്ല കേട്ടോ. അതുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇടയ്ക്കിടയ്ക്ക് നമ്മെ പരീക്ഷിക്കുന്നത് ലഅല്ലഹും യർജിഊൻ, അവനിലേക്ക് മടങ്ങി അവനെ നമ്മളൊന്ന് വിളിക്കാൻ വേണ്ടിയത്രേ. ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ദുആ ചെയ്തതുപോലെ ദുആകൾ ഈ 37-40 ദിവസമായി പശ്ചിമേഷ്യയിലെ കുരുന്നു മക്കളെ കുരുതി കൊടുക്കുന്നത് കണ്ടിട്ട് ഓരോ മുക്കിലും മൂലകളിലും ദുആയോട് ദുആയല്ലേ, ദുആയോട് ദുആയല്ലേ. ഈ സംഘർഷം ഉണ്ടാകുന്നതിന് മുമ്പ് ഇതേപോലെ നമ്മൾ പൊട്ടിക്കരഞ്ഞ ദുആ ചെയ്തിട്ടുണ്ടോ? ആര് ചെയ്തു? എന്തെങ്കിലും ഒരു ദുആ ചെയ്യണമെങ്കിൽ ഒരു മുസീബത്ത് വരണം. മുസീബത്ത് വരാതെ ദുആ ആർക്കില്ല. വാപ്പ സുഖമില്ല, ആരോഗ്യദൃഢഗാത്രനായി വർഷങ്ങളായി നടക്കുന്ന ഉപ്പ, ഒരു കുഴപ്പവുമില്ല, മക്കൾ ദുആ ചെയ്യുന്നില്ല, ആ പിതാവ് ദുആ ചെയ്യുന്നില്ല. ഇതാ വാപ്പ ആശുപത്രിയുടെ ICUവിലാണെന്ന് കേട്ടപ്പോ മക്കള് ദുആയോടെ ദുആയാണ്, സദസ്സിന് ദുആയോടെ ദുആയാണ്. കാരണം എന്താണ്? ആ പിതാവിനൊരു മുസീബത്ത് ബാധിച്ചിരിക്കുകയാ. അല്ലാ, ആ മുസീബത്തിൽ നിന്ന് എൻ്റെ ഉപ്പയെ രക്ഷിക്കണേ. ഭക്ഷണം വേണ്ട, വെള്ളം വേണ്ട, ICUവിന്റെ മുന്നിലിരുന്ന് കണ്ണീരോട് ദുആയാണ്. ഡോക്ടർമാര് വന്ന് പറയുന്നു, വൈദ്യ ഗവേഷകർ വന്ന് പറയുകയാണ്, ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്നതിലപ്പുറം ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു, ഇനി ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ നാഥനിലേക്ക് സകലവും സമർപ്പിക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കണേ, ദൈവത്തോട് പ്രാർത്ഥിക്കണേ എന്നവർ കൈമലർത്തിക്കൊണ്ട് പറയുമ്പോ അവസാനമായി നമ്മൾ മടങ്ങുന്നത് യർജിഊൻ ലഅല്ലഹും യർജിഊൻ. പെട്ടെന്ന് വാട്സപ്പ് ഓൺ ആക്കിയിട്ട് എല്ലാ ഉലമാക്കളുടെ ഉമറാക്കളുടെ ഗ്രൂപ്പിലേക്കും വിടും. പിന്നെ സഹോദരന്റെ വാപ്പ ICUവിലാണ്, ദുആ അല്ലാതെ മറ്റൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ആത്മാർത്ഥമായി ഒന്ന് ദുആ ചെയ്യണേ. അതുവരേക്കും ദുആ ഇല്ല, അതുവരേക്കും ദുആ ഇല്ല. ദുആ ആരോഗ്യമുള്ള ഒരുത്തൻ, വലിയ സമ്പത്തുള്ള ഒരുത്തൻ, നല്ല പ്രതാപമുള്ള ഒരുത്തൻ ദുആരക്കുവൻ. എവിടാ ദുആരക്കവൻ? ദുആ വേണ്ടെന്നാ ഇപ്പൊ അവര് പറയുന്നത്. അല്ല, ആരോഗ്യമുള്ളവൻ ദുആ വേണ്ടെന്നാ പറയുന്നത്. ദുആടെ ആവശ്യം ഇപ്പൊ ഇല്ലെന്ന് പറഞ്ഞാൽ എല്ലാം അള്ളാഹ്ക്ക് അറിയാം. അള്ളാഹ്ക്കല്ല, അള്ളാഹ് അറിയാം. പിന്നെ എന്തിനാ ഇപ്പൊ മോങ്ങുന്നത്? NRC വന്ന് എല്ലാത്തിനും ഇവിടെ അടിച്ചു മാറ്റാൻ പോയപ്പോ മോങ്ങിയത് എന്തിനാ? എന്തോരം മോങ്ങുന്നു എല്ലാവരും. കൊറോണ വന്നപ്പോ എന്താ മോങ്ങിയത്? ഭയങ്കര കരച്ചില്. അള്ളാഹുവിന്റെ റസൂൽ അതുകൊണ്ട് ആഫിയത്തുള്ളപ്പം തന്നെ മോങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. നല്ലപോലെ ഇരുന്ന് മോങ്ങടാ, ആഫിയത്തുള്ളപ്പം മോങ്ങ. പടച്ചവനെ, എൻ്റെ ഈ ഊർജം, എൻ്റെ ഈ ഓജസ്, തേജസ് നീ തകർത്ത് കളയല്ല അല്ലാഹ്. അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി, അല്ലാഹുമ്മ ആഫിനി ഫീ സമഈ, ലാ ഇലാഹ ഇല്ലാ അൻത. രോഗം വരുമ്പോഴല്ല ദുആ ചോദിക്കേണ്ടത്, രോഗം വന്നതിന് ശേഷമല്ല അല്ലാഹുവിനോട് ആഫിയത്ത് ചോദിക്കേണ്ടത്. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അല്ലാഹു നമുക്ക് ചെയ്തതിൽ വെച്ച് ഈമാനിന്
ശേഷം യഖീനിനു ശേഷം ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ആഫിയത്താണ്, ആരോഗ്യമാണ് കേട്ടോ. അതുകൊണ്ട് സ്വഹാബ സലുല്ലാഹൽ അഫ്വ വൽ ആഫിയ, അല്ലാഹുവിനോട് നിങ്ങൾ ആരോഗ്യം ചോദിക്കണേ, അല്ലാഹുവിനോട് നിങ്ങൾ ആഫിയത്ത് ചോദിക്കണേ. ആഫിയത്ത്, ആഫിയത്ത്, ആരോഗ്യമുള്ളപ്പോഴേ ചോദിക്കണം, ആരോഗ്യമുള്ളപ്പോഴേ ചോദിക്കണം. നബി തങ്ങൾ പഠിപ്പിച്ചതാ. ഒരു വഖത്ത് നമസ്കാരം പോലും ഇല്ലാതെ ദുആ ചെയ്യണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ, നിന്നോട് ആഫിയത്തും വിട്ടുവീഴ്ചയും ഞാൻ ചോദിക്കുകയാണ് റബ്ബേ. എൻ്റെ കണ്ണിന് ആരോഗ്യം നൽകണേ അല്ലാ, എൻ്റെ കാതുകൾക്ക് ആരോഗ്യം നൽകണേ അല്ലാ, എൻ്റെ ജസദിന് ശരീരത്തിന് ആരോഗ്യം നൽകണേ റബ്ബേ. ഇതിന് കഴിവുള്ളവൻ നീ മാത്രമാണ് നാഥാ. അതുകൊണ്ട് നിന്റെ ദർബാറിലേക്ക് ഉയർത്തിയ കരങ്ങളെ തട്ടിക്കളയല്ല അല്ലാ. ആത്മാർത്ഥമായി നിറക്കണ്ണുകളോടെ ദുആ ചെയ്യണേ. ലോകത്തിന്റെ നേതാവ് എന്നേ നമ്മളോട് പറഞ്ഞ സത്യമാണ്. അതിൽ നിന്ന് മനുഷ്യൻ മറന്നുപോകുമ്പോ, അധികാരത്തിന്റെയും അഹങ്കാരത്തിന്റെയും കൊടുമുടിയിൽ വിരാജിക്കുമ്പോ, പടച്ച തമ്പുരാൻ പരീക്ഷണങ്ങളുടെ പേമാരി അവനിലേക്ക് അയക്കുമ്പോ അവൻ മടങ്ങുകയാണ്, റബ്ബിലേക്ക് മടങ്ങുകയാണ്. ആധുനിക സംവിധാനങ്ങളൊന്നും അവനെ രക്ഷപ്പെടുത്താനില്ല. അവസാനം അവന്റെ മടക്കം ഇലല്ലാഹ്, അല്ലാഹുവിലേക്കല്ലാതെ അവന് മടക്കമില്ല കേട്ടോ. ശരിയല്ലേ? ആരോഗ്യമുള്ളവൻ മിണ്ടൂല, ആരോഗ്യം ഇല്ലാതെ വരുമ്പം അവൻ വിളിക്കുന്ന ആരെ? അവൻ വിളിക്കുന്നത് ആരെ? ഡൽഹി പോലീസ് പോലും ഇപ്പൊ ദുആയെ പേടിച്ചു പോയി. ഡൽഹി പോലീസ് പോലും ദുആയെ പേടിച്ചു. ഫലസ്തീനിന് വേണ്ടി ദുആ ചെയ്യരുതെന്ന് ഇമാമിങ്ങൾക്ക് നോട്ടീസ് കൊടുത്തു. ദുആ ചെയ്യാൻ പാടില്ല, ദുആ പോലും. കാരണം പേടിയുള്ളതുകൊണ്ടല്ലേ. ദുആയിൽ പേടിയില്ലെങ്കിൽ പിന്നെ ഈ പോലീസുകാർക്ക് എന്ത് ദുആ? പോലീസുകാർക്ക് എന്ത് ദുആ? ദുആയിൽ പേടിയുള്ളത് കൊണ്ടല്ലേ. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ കഅബയുടെ ഖില്ല പിടിച്ചിട്ടാണ് ബദറിലേക്ക് പോകുന്നതിന്റെ തലേ ദിവസം രാത്രി, അല്ലാഹുവേ അബൂജഹലിനെ പരാജയപ്പെടുത്തണേ എന്നല്ല, ഉത്ബത്തിനെ പരാജയപ്പെടുത്തണേ എന്നല്ല, ശൈബത്തിനെ പരാജയപ്പെടുത്തണേ എന്നല്ല, അല്ലാഹുവേ സത്യത്തെ നീ വിജയിപ്പിക്കണേ, ധർമ്മത്തിന് സ്ഥാനം നൽകണേ, അസത്യത്തെയും അധർമ്മത്തെയും മുരടോടുകൂടി പിഴുതെറിയണേ അല്ലാഹ്. ദുആ ചെയ്തത് അങ്ങനെയാണ്, സത്യത്തെ വിജയം. അങ്ങനെയല്ലേ ദുആ ചെയ്തത്? അങ്ങനെയല്ലേ ഉസ്താദേ? അല്ല, അബൂജഹലിനെതിരെയാണോ നബി ദുആ ചെയ്യുന്നത്? അബൂജഹലിനെതിരെയാണോ ദുആ ചെയ്യുന്നത്? ഉത്ബത്തെ ശൈബത്തെ അങ്ങനെ എതിരെ അല്ലല്ലോ ദുആ ചെയ്തത്. കഅബയിൽ പിടിച്ച് ദുആ ചെയ്യുന്ന ദുആ ഹദീസിലുണ്ടല്ലോ. അല്ലാഹുവേ ഏതാണോ ഖൈർ നീ ഇഷ്ടപ്പെട്ടത്, നീ ഇഷ്ടപ്പെട്ടത് ഏത് ഭാഗം, ഏത് സമുദായം, ഏത് വിഭാഗമാണോ, അല്ലാഹു നീ അവരെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്, അവരെ സഹായിക്കണേ അല്ലാഹ്. അല്ലാഹ് സഹായിച്ചു, അല്ലാഹ് സഹായിച്ചു, അല്ലാഹ് സഹായിച്ചു. നമ്മുടെ ദുആ ഇപ്പൊ അങ്ങനെയല്ലല്ലോ. നമ്മുടെ ദുആ എന്താ? അഹ്ലിക്കൽ യഹൂദ വന്നസാറ, നസ്രാണിയെ കൊല്ലണേ അല്ലാഹ്, യഹൂദനെ കൊല്ലണേ അല്ലാഹ്, നശിപ്പിക്കണേ അല്ലാഹ്. സൽസിൽ അഖ്ദാമഹും വദമ്മർ ദിയാറഹും വഹർഖ് ബിലാദഹും, അവന്റെ വീട് കുടുംബം നശിപ്പിക്കണേ, കത്തിക്കണേ, ചാമ്പലാക്കണേ, എല്ലാം തവിട് പൊടിയാക്കണേ അല്ലാഹ്. എന്നിട്ട് എല്ലാം ആയോ? ദിവസം തോറും നമ്മുടെ തവിട് പൊടിയായിക്കൊണ്ടിരിക്കുന്നതിന്റെ ഫോട്ടോ കണ്ടോണ്ടിരിക്കുന്നത്. എന്തേ സംഭവം ശരിയല്ലേ? എന്നും പത്രത്തിൽ എല്ലാവരും ആഗ്രഹിക്കുകയാണ് മഹദി ഇമാം വരും. ഇങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, മഹദി ഇമാം മോളിൽ നിന്ന് ഇപ്പോൾ വരും. ഇപ്പൊ ഇസ്രായേലിൽ ഇറങ്ങും മഹദി ഇമാം കേട്ടോ. ഇപ്പൊ വരും, അടുത്ത ഫ്ലൈറ്റിൽ വരും, ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. അടുത്ത ഫ്ലൈറ്റിൽ ഇപ്പൊ മഹദി ഇമാം വരും. പള്ളിയിലെ ഇമാമ് നോക്കിക്കൊണ്ടിരിക്കുക നിങ്ങളെ വരുന്നോ നോക്കിയിട്ട്. പള്ളിയിലെ ഇമാമിനെ കാത്ത് ആളുകൾ ആരുമില്ല, മഹദി ഇമാമിനെ നോക്കിയിരിക്കുക. വാ 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 പെട്ടെന്ന് വാന്നും പറഞ്ഞിട്ട്. പള്ളിയിലെ ഇമാമ ആകെ ഉക്കാമത്തും കൊടുത്തിട്ട് ജമാഅത്തിന്റെ ആരെങ്കിലും ഒരാളിനെ കിട്ടുമെന്ന് പറഞ്ഞ് നോക്കിയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ഇവിടെ നിന്നും ബൈനാക്കുലർ എടുത്ത് ചോക്കാണ്, ഫലസ്തീനിലെങ്ങാനും ഒന്ന് ഇറങ്ങുവോ മഹദി ഇമാം, ഒന്ന് ഇറങ്ങുവോ? എന്റെ സഹോദരങ്ങളല്ലേ, നമ്മുടെ ചിന്ത അതല്ലേ, ഇപ്പൊ അതല്ലേ. എല്ലാം മഹദി.